അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നല്ല കർത്താവേ, അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഊരവനശിഖലാദനാരകാനകാശകനീതകലകശവാരവനവസന്തി ജീതനാരദലഘടകാരകനാരകനീശ്വരാദനഘടഖനകാലക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കെൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ആഗ്രഹിച്ചുകൊണ്ട് ഈ കർത്താവിനോട് ചേർന്നായിരിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ അവൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ടേ ആയിരിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകളെ നീ എന്നോട് ക്ഷമിക്കണമേ. സംസാരത്തിലോ നോട്ടത്തിലോ ചിന്തകളിലൊക്കെയും വന്ന കുറവുകൾ, എൻ്റെ പ്രവൃത്തിയിൽ വന്ന കുറവുകൾ, പലപ്പോഴും അങ്ങേ വേദനിപ്പിക്കുന്ന അനുഭവം വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്ന കർത്താവേ, ഇന്ന് പകലിൽ അങ്ങയോട് ചേർന്നായിരിക്കുമ്പോൾ, സഭായോഗമായി നിങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവേ, നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ കുറവുകളൊന്നും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന്, കടന്നു വരുന്ന ജനത്തിൻ്റെ വിടുതലിന് അത് തടസ്സമാക്കാതെ ഇന്ന് പകലിൽ യഥാർത്ഥമായി ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, ആ കരത്തിൻ്റെ സ്പർശനം അനുഭവിപ്പാൻ നിൻ്റെ ജനത്തെ നീ ബലപ്പെടുത്തണമേ കർത്താവേ എന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉദാരാണഭാഷകനേതികലവശംബരാധന ജീവാദനവശംബലാദന ഘടകാരിഖനവൗഷന്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും അവന് നന്ദി കരേറ്റാം. ഇന്ന് പകൽ കർത്താവിനോട് ചേർന്നായിരിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നടത്തിയവനായ കർത്താവ്, നമ്മുടെ ഓരോ വിഷയങ്ങളുടെ മേലും കൂടെ ഇരുന്ന് നമ്മെ പരിപാലിച്ചവനായ കർത്താവ്, നമുക്ക് നന്മയും അനുഗ്രഹങ്ങളും ഒക്കെയും ഒരുക്കി തന്നവനായ കർത്താവിന് ഇന്ന് പകൽ നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് ഒന്നും മറച്ചു വയ്ക്കുവാനല്ല കർത്താവേ, നിൻ്റെ സന്നിധി തുറന്ന് കാണിച്ചുകൊണ്ട് നീ ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ഇന്നും നന്ദി പറയുവാൻ കർത്താവേ, ഹല്ലേലൂയ, എന്നെ ബലപ്പെടുത്തണമേ എന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടേ ആയിരിക്കാം. കഴിഞ്ഞൊരാഴ്ച വട്ടക്കാലം അവൻ നമ്മെ ക്ഷേമമായി സൂക്ഷിച്ചല്ലോ, എണ്ണത്തിലൊന്നും കുറയാതെ അവൻ പരിപാലിച്ചല്ലോ. ശാരീരികമായി മാനസികമായി നമ്മുടെ കർത്താവ് നമ്മെ ബലപ്പെടുത്തിയല്ലോ. അതവൻ്റെ വലിയ കൃപയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് പകൽ അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ആ നല്ല കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. നീ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ തലമുറകളെ പരിപാലിച്ച കർത്താവിന് സ്തോത്രം ചെയ്യാം. ഓ സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ പൈതങ്ങൾക്ക് നല്ല വിജയം കൊടുത്ത കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ. നിന്റെ മക്കളുടെ കർത്താവേ, ഹല്ലേലൂയ. അധ്വാനത്തിൻ്റെ ഫലം കർത്താവ് നൽകിയല്ലോ, അത് സന്തോഷത്തോടെ സ്വീകരിപ്പാൻ നിന്റെ മക്കളെ നീ ബലപ്പെടുത്തില്ല കർത്താവേ. അവരാഗ്രഹിച്ചതിൽ ഉപരി കർത്താവ് കൊടുത്ത കൃപകൾക്കായി അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ എന്ന് ഇന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയെന്ന് പറ. ഹല്ലേലൂയ. ഞാൻ ഇതിന് യോഗ്യനല്ലായിരുന്നു കർത്താവേ, എന്നാൽ നീ എന്നെ യോഗ്യനാക്കിയല്ലോ. ആ നന്മയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നു എന്ന ഹല്ലേലൂയ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്തോത്രത്തിൻ്റെ സ്വരമുയരട്ടെ, സ്തോത്രത്തിൻ്റെ സ്വരമുയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ സഭയിലെ എല്ലാ പൈതങ്ങൾക്ക് കർത്താവ് നല്ല വിജയം കൊടുത്തതിനായി ഉദനകശമനേതികലവ
ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ഭവനങ്ങളിലൊക്കെയുള്ള പ്രിയപ്പെട്ടവർ, നമ്മുടെ ബന്ധുക്കളൊക്കെയും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ബോർഡ് എക്സാമിനൊക്കെ നല്ല മാർക്കോടെ പാസ്സായതിനായി നമ്മുടെ കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിനെ അറിഞ്ഞതുകൊണ്ട്, യേശുവിനെ മഹത്വപ്പെടുത്തുന്നതുകൊണ്ട്, യേശുവിനായി നിലനിൽക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, യേശു എന്നെ സഹായിച്ചുവെന്ന്, യേശുവിൻ്റെ കരത്തിൽ പിടിച്ചു എന്ന് ഹല്ലേലൂയ വിശ്വാസത്തോടെ ഇന്ന് നമ്മുടെ കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് പറയുക. നിന്റെ മക്കളെ കർത്താവേ നീ ബലപ്പെടുത്തണമേ. അവിടുത്തെ കരത്തിൻ്റെ പ്രവൃത്തിയെന്ന് മനസ്സിലാക്കുക. സ്വർഗ്ഗം നിന്റെ ജനത്തെ സഹായിക്കുമാറാകണമെന്ന് നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനകളൊക്കെയും അത് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന്, യഥാർത്ഥമായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്, അവൻ തന്ന ബലത്തിനൊത്ത വേണ്ട, ആ കൃപയ്ക്കൊത്ത വേണ്ട, ഇന്നെൻ്റെ കർത്താവിനെ എനിക്ക് സ്തുതിക്കണമെന്നുള്ള ആ വാഞ്ചയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആ കർത്താവിനോടൊന്ന് പറയാം, കർത്താവേ നിൻ്റെ കരമൊന്ന് തൊടണമേ, നിൻ്റെ കരമൊന്ന് തൊടണമേ കർത്താവേ, നിൻ്റെ ശബ്ദമൊന്ന് കേൾപ്പിക്കണമേ കർത്താവേ എന്ന് ഇന്ന് പകൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടേ ആയിരിക്കാം. നമുക്ക് രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കാം. ചുറ്റുപാടുകളെ യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കാം. ഒരു ദുഷ്ടനും ഇവിടെ ശ്രദ്ധ വയ്ക്കുവാൻ സ്വർഗമേ അനുവദിക്കരുത് എന്ന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടേ ആയിരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുമുള്ള ആ പ്രാർത്ഥന ഹല്ലേലൂയ, ആ ആഗ്രഹം ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ ഹല്ലേലൂയ, നീ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുടെ മേൽ, നീ ഇന്ന് കടന്നു വന്ന വിഷയങ്ങളുടെ മേൽ വിടുതൽ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ടേ ആയിരിക്കാം. നമ്മുടെ കണ്ണുകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അടയട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷ കർത്താവേ ഏറ്റവും അനുഗ്രഹമാക്കി തരണമേ എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശ്വസ്തതയുമേ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദിവസവും അങ്ങയുടെ പാദപീഠത്തെങ്കിലായിരിക്കാൻ കർത്താവേ, അങ്ങിൽ നിന്നും പ്രാപിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ നീ ഒരുക്കി തന്ന നല്ല സമയത്തിനായി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തെങ്കിലായിരിക്കുമ്പോൾ, സഭയായി അടിയങ്ങൾ ഒരുമിച്ച് കർത്താവേ അങ്ങയോട് ചേർന്നായിരിക്കുമ്പോൾ ഇന്നത്തെ ശുശ്രൂഷകളുടെ മേലെല്ലാം വലിയ വിടുതൽ അനുഭവിപ്പാൻ സ്വർഗമിട്ടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ സാന്നിധ്യമുണ്ടായിരിക്കണമേ. നിന്റെ മക്കളെ കർത്താവ് ബലപ്പെടുത്തണമേ കർത്താവേ. വചനത്തിൻ്റെ ആഴങ്ങളെ കർത്താവെ ഗ്രഹിക്കുവാനുള്ള കൃപ നിന്റെ മക്കളുടെ മേൽ അവിടുന്ന് ചൊരിയണമേ കർത്താവേ. ഈ ദിവസങ്ങളിൽ കേട്ട വചനങ്ങളൊക്കെയും ഹല്ലേലൂയ
ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ തന്നു എങ്കിൽ തുടർന്നും കർത്താവേ അതിനായി വാഞ്ചയോടെ നിന്റെ മക്കൾ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ യഥാർത്ഥമായി കർത്താവിൻ്റെ മക്കളോട് ഇടപെടണമേ കർത്താവേ. ഹല്ലേലൂയ. നിന്റെ ജനത്തിന് ആവശ്യമുള്ളത് അവിടുന്ന് കൊടുക്കുവാൻ വിശ്വസ്തനെന്ന് അറിയുന്ന കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ പുരാതന സമ്പത്തുണ്ടെന്നടികൾ അറിയുന്നു. അതിന് അവകാശികൾ അടികളാണെന്നടികൾ വിശ്വസിക്കുന്ന കർത്താവേ. അതിനു വേണ്ടി അടികൾ വാഞ്ചയോടെ ആയിരിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കൃപ ഇറങ്ങി വരുമാറാകണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയ്ക്കായും അങ്ങേ സ്തുതിക്കുകയാകുന്ന കർത്താവേ. അടികളുടെ സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളെല്ലാം തക്ക സമയത്ത് കടന്നു വന്ന് അടികൾക്കൊരുമിച്ച് സ്വർഗീയ അനുഗ്രഹം പ്രാപിപ്പ. ഓ സ്വർഗം അവിടുന്ന് സഹായിക്കുമാറാകണമെന്നടികൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കടന്നു വന്നവരെല്ലാം കർത്താവ് ബലപ്പെടുത്തണമേ. യാത്രയിലായിരിക്കുന്നവരെ കരങ്ങളിൽ അർപ്പിക്കുന്നു. തക്ക സമയത്ത് ഒരുമിച്ചടികൾക്ക് ആരാധിപ്പാൻ കർത്താവെ നിന്റെ ജനത്തെ നീ കൂട്ടി വരുത്തണമേ. ഒരു മുട്ടും വരാതെ കർത്താവ് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന നിന്റെ മക്കളെല്ലാം കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. പുതിയ അനുഭവത്തിൽ കർത്താവേ അടിയങ്ങളെ അവിടുന്ന് നിർത്തുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഏതെങ്കിലും കാരണവശാൽ കടന്നു വരുവാൻ സാധിക്കാതെ പോകുന്നവരുണ്ട് എങ്കിൽ അവരോട് കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കണം. അടികൾ ഇവിടെ ആരാധിക്കുമ്പോൾ ആ ആരാധനയുടെ സൗരഭ്യ വാസന നിന്റെ മക്കളും അനുഭവിക്കുവാൻ അടികൾ വചനം ശ്രവിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ആഴങ്ങളെ കർത്താവേ അവരുടെ ആവശ്യങ്ങളുടെ മേൽ വിടുതലായി തീരുവാൻ സ്വർഗം അവിടെയും ഇടപെട്ടുകൊണ്ടിരിക്കുമാറാകണമെന്ന് അടികൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അടികളുടെ സഭയിൽ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. നിന്റെ മക്കളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട് എന്ന് ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് ആ കരത്തിൽ ഒന്ന് പിടിക്കുവാൻ നിന്റെ ജനത്തെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. എല്ലാം നന്മയ്ക്കായി എല്ലാ അനുഗ്രഹങ്ങൾക്കായി മടികളങ്ങെ സ്തുതിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമുള്ളതാക്കി തീർക്കണം. ദൈവകൃപ വ്യാപരിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വം അവിടുത്തേക്ക് തരുന്നു. യേശുവിന് അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയ്ക്കായി നമ്മെ തന്നെ ബലപ്പെടുത്താം. കർത്താവിൻ്റെ ദാസൻ പോട്ട് കടന്നു വന്ന് ഇപ്പോൾ ആരാധന ലീഡ് ചെയ്യും. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്തൃകൃപയിൽ നമുക്ക് ആശ്രയിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം ഒരുക്കുന്ന നല്ല നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തോടെ ഇന്ന് പകലിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമുക്കൊരുക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുകയാണ്. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുമോ? ഹല്ലേലൂയ. കഴിഞ്ഞൊരാഴ്ചക്കാലം മുഴുവൻ നമ്മെ അതിശയകരമായി വിടുവിച്ച ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതകളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുവാനായിട്ടിടയായി തീരട്ടെ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം, നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. വിശേഷാൽ നോർത്ത് ഇന്ത്യകളിലൊക്കെയും കർത്തൃദാസന്മാർ ദൈവത്തെ ഇങ്ങനെ ശക്തമായി ആരാധിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഇങ്ങനെ ശക്തമായി കരമടിച്ച് നല്ല സൗണ്ട് സിസ്റ്റത്തിൽ ആരാധിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഇത്ര സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമുക്കൊരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. തുറന്ന മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ ഒന്ന് ആരാധിക്കുവാൻ, അധരങ്ങളെയൊക്കെ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്കിങ്ങനെ അവസരങ്ങൾ ഒരുക്കുമ്പോൾ നിറഞ്ഞ പ്രത്യാശയോടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കരുത്. എല്ലാവരും സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. തുടക്ക സമയം മുതൽ തന്നെ വലിയൊരു ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കേണ്ടതിനായി യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. കർത്താവേ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആത്മാവിലൊന്ന് ആരാധിക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തണമെന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട്ടുകൊടുത്ത ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ താല്പര്യമുള്ളവരെല്ലാവരും ഒന്ന് വിട്ടുകൊടുത്താട്ടെ. ഹല്ലേലൂയ. ആദരങ്ങളെ തുറന്ന്
അല്പസമയങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഹൃദയങ്ങളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. സ്തുതികൾക്ക് യോഗ്യനായ നമ്മുടെ യേശുവിനെ, പുകഴ്ചകൾക്ക് യോഗ്യനായ നമ്മുടെ കർത്താവിനെ, ഹല്ലേലൂയ, ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ യേശുവിനെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. വ്യക്തിപരമാകുന്ന ആരാധനകൾ ഇതിനകത്ത് ഉയർന്നു വരട്ടെ. വ്യക്തിപരമാകുന്ന സ്തുതികൾ ഇതിനകത്ത് ഉയർന്നു വരട്ടെ. പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ കർത്താവ്, നമ്മുടെ രാജാതി രാജാവുമായ നമ്മുടെ യേശുവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ നമ്മെ അവൻ നടത്തുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എല്ലാ ദിവസവും നമ്മെ പരിപാലിക്കുന്നൊരു കർത്താവുണ്ട്. ഓരോ മണിക്കൂറും നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവുണ്ട്. ഓരോ സെക്കൻഡും നമ്മെക്കുറിച്ച് അറിയുന്നൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് സന്തോഷമുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന് നമുക്ക് ആരാധന കൊടുക്കാമല്ലോ. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. അവിടുന്ന് പുകഴ്ചകൾക്ക് യോഗ്യനായ ദൈവമാണ്. സ്തുതികളിൽ മേൽ വസിക്കുന്ന നല്ല കർത്താവാണ്. വിശുദ്ധിയിൽ ഭയങ്കരനായ കർത്താവാണ്. അതിശ്രേഷ്ഠനായ ദൈവമാണ്. ഈ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. എല്ലാ പ്രിയമുള്ളവരും അതരങ്ങളെ തുറന്നാട്ടെ. അതരങ്ങളെ തുറന്നുകൊണ്ട് ദൈവത്തിന് സ്തുതി കൊടുത്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക മേഖലകളെയും ഇന്ന് പകലിൽ ശാസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. മുഖ്യമായും പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കേണ്ടതിനായി എല്ലാവരും ഹൃദയംഗമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ മഹത്വം ചലിക്കട്ടെ, മഹത്വം ചലിക്കട്ടെ, മഹത്വം ചലിക്കട്ടെ. ആ മഹത്വം നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ചലിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് അനുഭവിക്കുക. ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വമേ, മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ, 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 പിൻപടയായി വരുന്ന മഹത്വമേ, 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 മരണത്തെ ജയിച്ച മഹത്വമേ, 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 പിൻപടയായി വരുന്ന മഹത്വമേ. ഒരിക്കൽ കൂടി മഹത്വമേ, 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 മരണത്തെ ജയിച്ച മഹത്വമേ, 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 പിൻപടയായി വരുന്ന മഹത്വമേ. ഈ മഹത്വം മരണത്തെ ജയിച്ചതാണ്. ഈ മഹത്വം പിൻപടയായി എൻ്റെ കൂടെ നടക്കുന്നതാണ്. ഈ മഹത്വം എന്നോട് പറ്റിച്ചേർന്ന് നടക്കുന്നതാണ്. വിട്ടുപിരിയാൻ കഴിയാത്തൊരു മഹത്വം എൻ്റെ കൂടെയുണ്ട്. ആർക്കും തടയാൻ പറ്റാത്തൊരു മഹത്വം എൻ്റെ കൂടെയുണ്ട്. പിശാചിനെ തോൽപ്പിക്കുന്ന മഹത്വം എൻ്റെ കൂടെയുണ്ട്. മരണത്തെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ മഹത്വം എൻ്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് ഈ ഗാനം ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാമല്ലോ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തോടെ. ഹല്ലേലൂയ. ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം
നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ മഹത്വത്തിനായി നിക്ഷേപമേകി മഹത്വത്തിനായി നിക്ഷേപമേകി ചേർന്ന് മഹത്വമേ ഓ മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ 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 പിൻപണയായി വരുന്ന മഹത്വമേ 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 മരണത്തെ ജയിച്ച മഹത്വമേ 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 പിൻപടയായി ഒരിക്കൽ കൂടി മഹത്വമേ ഓ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ 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 പിൻപടയായി വരുന്ന മഹത്വമേ ദൈവനിയോഗങ്ങളും ആത്മാവിൽ പൂർണ്ണമായി നിവർത്തിച്ചിടും മുൻപോട്ടായുന്ന ആകത്തിലും ദൈവനിയോഗങ്ങളും ആത്മാവിൽ നിവർത്തിച്ചിടും കാതിൽ ഞാൻ കേട്ടതും കരത്തിൽ ഞാൻ ഉയർത്തിയിടും കാതിൽ ഞാൻ കേട്ടതും കരത്തിൽ ഞാൻ ഉയർത്തിയിടും മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ 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 പിൻപടയായി വരുന്ന മഹത്വമേ 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 മരണത്തെ ജയിച്ച മഹത്വമേ 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 പിൻപടയായി വരുന്ന മഹത്വമേ ും ഞാൻ വാഴുന്നതും ജീവനിൽ തൃപ്തി വരും സമാധാനത്താൽ ഇനിയുള്ള ആണ്ടുകളിലും ഞാൻ വാഴുന്നതും ജീവനിൽ തൃപ്തി വരും സമാധാനത്താൽ മുൻപു ഞാൻ അറിഞ്ഞതിലും മഹത്വരമായ മഹത്വം
അനശ്വരമായ മഹത്വം ദീർഘദൂരം ഓടിയിടും ഞാനും, ദീർഘദൂരം ഓടിയിടും ഞാനും. മഹത്വമേ, ഓ മഹത്വമേ, മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ, 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 പിൻപടയായി വരുന്ന മഹത്വമേ, 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 മരണത്തെ ജയിച്ച മഹത്വമേ, 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 പിൻപടയായി വരുന്ന മഹത്വമേ. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ, ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുദിനം വലുദിനം വിശ്വസ്തനായി, ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുദിനം വലുദിനം വിശ്വസ്തനായി, അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ, അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ, മഹത്വത്തിനായി നിക്ഷേപമേകി, മഹത്വത്തിനായി നിക്ഷേപമേകി. ശബ്ദമുയർത്തി മഹത്വമേ, 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 മരണത്തെ ജയിച്ച മഹത്വമേ, 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 പിൻപടയായി വരുന്ന മഹത്വമേ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ഓ മഹത്വമേ, മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ, 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 പിൻപടയായി വരുന്ന മഹത്വമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിൻ ആരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാൻ ആരാധന. യേശുവിൻ നാമത്തിന് ആരാധന, യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിന്, രാജാധിരാജാവിൻ ആരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീ, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീ, പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. ശബ്ദമുയരട്ടെ, എല്ലാ കരങ്ങളും ഉയർത്തിക്കൊണ്ട് ആരാധന. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടയിൻ കരത്താൽ കാക്കുന്നവൻ, ഒരു വഴി ഒരുക്കി കരുതുന്നവൻ, ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ എന്നെന്നും താങ്ങും. കരുണയിൽ കരത്താൽ, കരുണയിൽ കരത്താൽ വേളയിൽ
അങ്ങയ്ക്ക് തുല്യനായി. ഓ ശബ്ദമുയർത്തി പാടിയാട്ടെ. നിന്റെ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നു, മാത്രം ഞാൻ വണങ്ങിയിടുന്നു. നീയാണ് ദൈവം എൻ പിതാവേ. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, ജനമുണർന്നു വേല ചെയ്യുവാൻ. മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, ജനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. മുട്ടോളമല്ല, മുട്ടോളമല്ല, അരയോളം പോരാ, വാരിയോരു ജീവ നദികടപ്പാൻ. മുട്ടോളമല്ല, അരയോളം പോരാ, വാരിയോരു ജീവ നദികടപ്പാൻ. നീതിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയിന്നു തുറക്കനാഥ. ഓ നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത നീരുറവയിന്നു തുറക്കനാഥ. ശബ്ദമുയർത്തി. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. ഓ പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലയല്ല, ശക്തിയാലയല്ല, ദൈവത്തിൻ്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലയല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാ ശക്തിയാലത്രേ. ആമേനാർത്തു പാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തു പാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ കരമടിച്ചു പാടിക്കേ, ശക്തിയോടെ കരമടിച്ച് ഹല്ലേലൂയ.
ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാവോ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാ. ഓ ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ആമേൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. പെന്തക്കോസ്തുനാളിൽ പുന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പഠിക്കേ. പെന്തക്കോസ്തുനാളിൽ പുന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുട്ടോളം അല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ. ഓ മുട്ടോളം അല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ. നീതിക്കല്ലാതെ കാണപ്പാൻ വയ്യാത്ത തീരവയിന്നു തുറക്കണ. ഓഹോ നീതിക്കല്ലാതെ കാണപ്പാൻ വയ്യാത്ത പെന്തക്കോസ്തുനാളിൽ പുന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ. അഭിഷേകത്തോടെ. പെന്തക്കോസ്തുനാളിൽ പുന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ. സൈന്യത്താലുമല്ല, സൈന്യത്താലയല്ല, ശക്തിയാലയല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാ. അഭിഷേകം പ്രാപിച്ച ദൈവം. സൈന്യത്താലയല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലേ. ഓ ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ഓ ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാ. ചലിക്കട്ടെ. ചലിക്കാത്ത പ്രാണികളെല്ലാം ചലിച്ചു തുടങ്ങട്ടെ. അഭിഷേകത്തിന്റെ സാന്നിധ്യത്താൽ. ഓ ചുടബലബലവ ശബലം തേ രഗദാരഗദ, ചുടബലബലവ ശബലം തേ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ഓ ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. പെന്തക്കോസ്തുനാളിൽ പുന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ. അഭിഷേകം പറയട്ടെ. പെന്തക്കോസ്തുനാളിൽ പുന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഓ പുന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനം ഉണർന്നു വേല ചെയ്യുവാൻ. ആമേ. പുന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനം ഉണർന്നു വേല ചെയ്യും. ഓ പുന്മഴ നൽകേണം, മാലിന്യം മാറേണം, ചുടബലം ശബലം തേരേ, ചുടബലം തേരേ. ഓ ചുടബലം തേരേ, ബലം തേരബലാരഗദ, ധീരബലം തേ, ചുടബലം തേരഗദാരഗദ, ചുടബലം തേരേ. ഓ ചുടബലം തേരഗദാരഗദം, ധീരബലം തേരഗദേരഗദ, ചുടബലം തേരയം ശബലം തേരഗദാരഗദ ധീരഗലം, ചുടബലം തേരഗദാരഗദം, ധീരബലം
ചൂടബലം ധേരകനേരകനെ ചൂടാരകനം ധീരബലം ധേരകനാരക. അന്യഭാഷയോടെ ചൂടബലം ധേരയം ശബലം ധബലാരം ധേരയം ശാരകന ധീരബലം ധേരകനാരകനം ധീരബലം ധേരേ ഓരിബലവശം ധേരേ ചൂടബലം ധേരകനാരേ ചൂടബലം ധേരകനാരേ ചൂടാരകനാരേ ചൂടാരം ധേരകനാരേ ചൂടബലം ധേരകനാരേ ചൂടാരബലം ധേരേലം ധേരകനാ വൈഡാരേ ചൂടാരം ധേരേലാലേ ചൂടാരകന വൈഡാരേ ചൂടബലം ധേരകനാരേ ചൂടാരകനാലേ ചൂടബലം ധേരകനാരേ ചൂടബലം ധേരകനാരേ ചൂടാമണയാരകനാലേ ചൂടാരകനാരേ ഓ ചൂടാരകനേ ധീരാലേ ചൂടബലം ധേരകനാരേ അർത്ഥാരകന വൈഡാരേ രീബലവൈഷന്തേ ഓ രീബാരകന ധീരാലേ ചൂടബലം ധേരകനാരേ ചുടബാരകന ധീര. അന്യഭാഷയോടെ അന്യഭാഷയോടെ ചുടബാരകനാരേ ചുടബാരകനാഥനയാരേ തീ കത്തട്ടെ തീ കത്തട്ടെ തീ കത്തട്ടെ തീ കത്തട്ടെ. ശരീരത്തെ ചൂട് പിടിക്കട്ടെ ശരീരത്തെ ചൂട് പിടിക്കട്ടെ പരിശുദ്ധാത്മാവിനെ ചൂട് പിടിക്കട്ടെ. ആ പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങിയ അഭിഷേകത്തിന്റെ ചൂട് ഈ ആലയത്തിനകത്തേക്ക് ഇറങ്ങട്ടെ. ചുടബലബലവശബലം ധേ ചുടബലബലധാരയം ഛേ ചുടബലബലധാരകനം ധേ ചുടബലബലധാരകനം ധേ ചുടബലബലധരയാരകനഃ ചുടബലബലധീരബലം ധേ ചുടബലബലധീരബലം ധേ. ഒരു ആത്മനദി ഇന്ന് പകൽ ഒഴുകുകയാണ്. നിന്റെ ശരീരത്തെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ആ അഭിഷേകത്തിന്റെ കവിഞ്ഞൊഴുക്ക് ഇന്ന് പകലുണ്ടാകുകയാണ്. ശരീരത്തെ ചൂട് പിടിക്കട്ടെ ശരീരം ചൂട് പിടിക്കട്ടെ ശരീരം ചൂട് പിടിക്കട്ടെ അഭിഷേകത്തിന് ചൂട് പിടിക്കട്ടെ ആത്മീക അഭിഷേകത്തിന് ചൂട് പിടിക്കട്ടെ. ചുടബലബല ശബലം ധര ശകല ധരയം ശകല ധരയം ശകല ധരയം ശബലം ധര രഗലം ധരയം രബലം ധരയം ശബലം ധരയം രബലം ധരയം രബലം ധരയം രഗല ധഗല ധഗല ധഗലം ധഗല ധഗല ചുടബലമ ശബലം ധരയം ശബലം ധരയം ശബലം ധരയം രബലം ധരയം ശബലം ധരയം ചുടബലമ ശബലം ധേരകന. ചിലരുടെ മേൽ പ്രത്യേകം നിയോഗങ്ങൾ വന്നു വീഴുന്നു. ചിലരുടെ മേൽ അഭിഷേകത്തിന്റെ പുതിയ പുതപ്പ് വന്നു വീഴുന്നു. ആ പുതപ്പ് പ്രാപിക്കുന്നവർ ആ അഭിഷേകത്തിന്റെ പുതപ്പ് പ്രാപിക്കുന്നവർ സടകുടഞ്ഞെഴുന്നേൽക്കട്ടെ സടകുടഞ്ഞെഴുന്നേൽക്കട്ടെ. പൈശാചികളെ തോൽപ്പിക്കുന്ന അഭിഷേകം അന്ധകാരത്തെ തോൽപ്പിക്കുന്ന അഭിഷേകം ഇതിനകത്ത് പരിശുദ്ധമ വഹിക്കുകയാണ്. കരമടിക്കുന്നവർ അഭിഷേകത്തോടെ കരമടിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചേ ഹോ വിട്ടുകൊടുത്ത് ആരാധിച്ചേ. ചുടവശബലം ധാരകന ചുടബലബല ധീരവാരകന ചുടബലബലബ ശംധരയ ചുടമാശകനം ധേരകന ചുടബലബന്ധരയാരകന ചുടബലബലധാരകനെ ചുടബലബല ധീരാവനകന ചുടമാശകനം ധേരകന. പുതിയ കൃപാവരങ്ങളോടെ ചിലർ എഴുന്നേൽക്കുന്നു. പുതിയ വെളിപ്പാടുകളോടെ ചിലർ എഴുന്നേൽക്കുന്നു. ചില പുതിയ പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നു. ചില പുതിയ പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിശാചിന് പകൽക്കാലം പരാജയപ്പെടുന്നു. ദൈവത്തിന്റെ ആത്മസാന്നിധ്യം ഇതിനകത്ത് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിച്ചേ. Come on. ചുടവശബലം ധേരകന ധീരബലം ധേരകന ചുടബലമ ശബലം ധേരകന ധുരബലം ധരയം ശകലം ധരയം ശവന. കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിനെ ആരാധിച്ചാട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തിനെ ആരാധിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവ് വെളിപ്പെടുമ്പോൾ മൗനമായിരിക്കരുത്. എല്ലാവരും കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇതിനകത്ത് ആരെയൊക്കെ പരിശുദ്ധാത്മ തൊടുകയാണ്. ഇതുവരെയും അഭിഷേകത്താൽ നിറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിട്ടുകൊടുത്ത് ആരാധിച്ചേ. ദൈവത്തിന്റെ സാന്നിധ്യത്തിനെ തൊടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിയോഗങ്ങൾ ചില മാതാപിതാക്കളെ തൊടുന്നു. ചുടവശബലം ധേരകന റിഗന രഗന രഗനെ വൈഡാരകനം ധരയ ചുടമാശകന രഗനെ ചൂടാരകനം ധീര ചൂടബലം ധേരകന ചൂടാരകലേ രഗനെ ഹർഥാരകലം ധീര വൈഡാരകനം ധീര മടയാരകനം ധരയ ഹർഥാരകലം ധീര ചൂടബലം ധേരകനെ ചൂടബലം ധേരകന ചൂടബലമശം ധേരേ ചൂടബലം ധേരകന ചൂടബലം ധേരകന. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ആരാധിക്കാം. എഴുന്നേറ്റ് വേണമെങ്കിൽ ആരാധിക്കാം. നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. ഇരിപ്പിടങ്ങൾ വിട്ട് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അങ്ങനെ ആരാധിക്കാം. ഇതിനകത്ത് വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് ഞാൻ പരിശുദ്ധമായി അറിയുന്നുണ്ട്.
ഓ ചൂടബലം തേരകന ചൂടമാരകനാരകനെ ചൂടബലം തേരകന വൈദാരകനം ദീന ചൂടബലം തേരകന ചൂടബലം തേരകന. ചില രോഗക്കെട്ടുകൾ ഇതിനകത്ത് അഴിയപ്പെടുകയാണ്. ചില രോഗക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടുകയാണ്. ഈ ആരാധനയുടെ നടുവിൽ തന്നെ ചില രോഗികൾ സൗഖ്യമാകാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകലൊരു വലിയ ദൈവ സാന്നിധ്യം ചിലരെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഓ ആ തീയുടെ മഹത്വം വെളിപ്പെടുന്നല്ലോ, ആ തീയുടെ മഹത്വം വെളിപ്പെടുന്നല്ലോ. മോശ കണ്ടൊരു തീയുണ്ട്. ഓ എന്ന് പകലിൽ അതേ ഒരു തീയുടെ ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇടുന്നു. ഓ പെന്തക്കോസ്ത് നാളിൽ 120 പേരുടെ മേൽ ഇറങ്ങിയ ആ ദൈവ സാന്നിധ്യം, ആ തീയുടെ നാവ് ഇതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നു. ഓ വിശ്വസിക്കുന്നവരുടെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറയുന്ന അതേ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. ഓ വിട്ടുകൊടുത്താരാധിച്ചേ ഒരു ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിച്ചാണ്. ഓ ശാന്തേ താന്തേ റാം താലാ ചൂഡാം പന തര തര ദേ ദേ ചൂഡാം പന തേരെ യാം ശകനാം തേരെ ലകലേം തര യാം ശതര റതില ബസകനാം സലെ യാം സലെ ദേ ഉലാം തേരെ ശകനാം തര യാം ചൂഡാം പന. ചിലരുടെ ഭാഷ മാറുന്നു, ചിലരുടെ ഭാഷ മാറുന്നു. അന്യഭാഷയിൽ ഒരു വ്യത്യാസം, അന്യഭാഷയിൽ ഒരു വ്യത്യാസം. ചിലർക്ക് ഭാഷാ വരങ്ങൾ ലഭിക്കപ്പെടുന്നു, പ്രവചന വരങ്ങൾ ലഭിക്കപ്പെടുന്നു, വെളിപ്പാടുകൾ ലഭിക്കപ്പെടുന്നു. അത് നിങ്ങൾ പ്രാപിച്ചെടുക്കുക. ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നെ തൊടുകയാണ്. വിട്ടുകൊടുത്ത് ആരാധിച്ചേ. കേരളക്കര ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആത്മീക ഉണർവിലേക്ക്, ഇന്ത്യ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഉണർവിലേക്ക് ദൈവസഭയെ കർത്താവ് വിളിക്കുമ്പോൾ നീ അതിനകത്തിന് ഭാഗമാക്കണം. ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു, നിന്നെ ദൈവാത്മാവ് ഉപയോഗിക്കുകയാണ്. വിശ്വാസത്തോടെ കരമടിച്ച് ആത്മാവിന്റെ നദി കവിഞ്ഞൊഴുകുകയാണ്, ആത്മാവിന്റെ നദി കവിഞ്ഞൊഴുകുകയാണ്. അതിനകത്തേക്ക് എടുത്തു ചാടാൻ താല്പര്യമുള്ളവർ ഒന്ന് വിട്ടുകൊടുത്ത് എടുത്തു ചാടിക്കേ. നിന്നെ ചലിപ്പിക്കുന്ന ഒരു ആത്മാവ്, ജീവൻ തരുന്നൊരു ആത്മാവ്, മരിച്ചവരെ പോലെ കിടക്കാനല്ല, ജീവൻ തുടിക്കുന്ന ഒരു അവിളവിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ ആത്മനദിയിലേക്ക് ഇന്ന് പകൽ നീ ഒന്ന് എടുത്തെറിയപ്പെടുവാൻ താല്പര്യമുണ്ടെങ്കിൽ വിട്ടുകൊടുത്ത് ആരാധിക്കുക. ഓ ശധാര ധാര ധാര രഗന രഗന രഗനം ധരയ ചുടമ രഗന രഗന. ഓ വർഷിപ്പ് ലീഡേഴ്സ് ദയവായിട്ട് നന്നായി ദൈവത്തെ ആരാധിച്ചാട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങുകയാണ്, പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ മേൽ ഇറങ്ങുകയാണ്. ഓ ലഖേരാം ധാര ധാര രഖേലെ തുഡായ ശഖേരെ ഓലമാ ശഖേരെ തേരെ തേരെ. ചൂട് പിടിക്കുന്നു, ചിലരുടെ കാലുകൾക്ക് ചൂട് പിടിക്കുന്നു, കാലുകൾക്ക് ചൂട് പിടിക്കുന്നു, ശരീരം ചൂട് പിടിക്കുന്നു, ശരീരം ചൂട് പിടിക്കുന്നു, നിന്റെ കണ്ണുകൾക്ക് ചൂട് പിടിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ കരത്തിൽ ചൂട് പിടിക്കുന്നു. കരമടിക്കുന്നവർ അഭിഷേകത്തിന്റെ ഒരു വലിയ കവിഞ്ഞൊഴുക്കതിനകത്ത് പരിസരം മറന്നൊരു ആരാധന ഇതിനകത്ത് ദൈവത്വം ആഗ്രഹിക്കുന്നു. ചിലരെ എനിക്ക് ആവശ്യമുണ്ട്. നിന്റെ മേൽ ഇറങ്ങുന്ന ദൈവ സാന്നിധ്യം ആർക്കും പിടിച്ചൊതുക്കുവാൻ വെക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ആള് മാറിയവനെ പോലെ ഇന്ന് പകൽ ചിലർ എഴുന്നേൽക്കാൻ പോകുകയാണ്. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ആള് മാറിയവനെ പോലെ, ഒരു സൂര്യനെ പോലെ ശോഭിച്ചുവെങ്കിൽ അതേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചിലരെ ആള് മാറ്റാൻ പോകുകയാണ്. അഭിഷേകം നിന്നെ നിയന്ത്രിക്കാൻ പോകുകയാണ്.
അഭിഷേകം നിന്നെ നിയന്ത്രിക്കാൻ പോകുകയാണ്. ഇനി നീയല്ല നിന്നെ നിയന്ത്രിക്കുന്നത്, അഭിഷേകം നിന്നെ നിയന്ത്രിക്കാൻ പോകുകയാണ്. Come on. അഭിഷേകത്തിന് വേണ്ടി വിട്ടുകൊടുക്ക, അഭിഷേകത്തിന് വേണ്ടി വിട്ടുകൊടുക്ക. ഓ ശംഭേരാ ധാരാ തേരെ ഓലം ഭാരം തേരെ ഖാരാ വൈഡാ ധാരാ തേരെ ധാരാ തേരെ ഓലം മസേഖേനെ സൂഡാ ധാരാ തേരെ ലാം തേരി ശംഭാലാ മശേതിരിയാ വൈശധാരകൾ ഖനാധിയാരവ ശംഭേരെ വൈഡധാരകൾ കമനിയാര ധാരവല വല വല ശംഭേരെ ഓ ശംഭേരെ ലാം തേരിയ ബബ 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 ശംഭര. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വലിയ സാന്നിധ്യത്തിന് നന്ദി പറയുന്ന പാഹ, വലിയ ദൈവകൃപയ്ക്ക് നന്ദി പറയുന്നു, വലിയ ദൈവമഹത്വത്തിന് നന്ദി പറയുന്നു. ഓ ശംഭേരിയ ബബ ബബ കരമടിക്കുകയാണെങ്കിൽ അഭിഷേകത്തോടെ കരമടിക്ക്, അഭിഷേകത്തോടെ കരമടിക്ക്. ആരെയും കാണിക്കാനല്ല, ഇതിനകത്ത് ദൈവ സാന്നിധ്യം ഭയങ്കരമായി നിറഞ്ഞു കവിയുന്നത് ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിയോഗങ്ങൾ ഇതിനകത്ത് വീഴുകയാണ്. ഒരു നിറവിന്റെ അനുഭവം ഇതിനകത്ത് വീഴുകയാണ്. ഒരു നിറവിൽ നിന്ന് മറ്റൊരു നിറവിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എനിക്കൊരു ആത്മബലം കൂടിയേ തീരത്തുള്ളൂ. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ നിറവ് എന്നിൽ വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. പണ്ട് മുൾപ്പടർപ്പിന്മേൽ ഒരു തീ ഇറങ്ങിയായിരുന്നു കേട്ടോ. മോശ അടുത്തു നിന്നത് കണ്ടു. ദൈവ സാന്നിധ്യത്തെ അടുത്തു നിന്ന് കാണുവാനുള്ള ഒരു കൃപ മോശയ്ക്ക് ലഭിച്ചു. ദൈവമായിട്ട് മുഖാമുഖമായി നിന്ന് സംസാരിക്കുവാനുള്ള ഒരു നിയോഗം മോശയ്ക്ക് ലഭിച്ചു. ഹല്ലേലൂയ. തൻ്റെ അഗ്നിവിരൽ കൊണ്ട് അവൻ നിയമത്തിൽ നിയമകാര്യങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ മോശ അത് അടുത്തു നിന്ന് കാണുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ദേ നോക്കിക്കേ, അന്ന് ഇറങ്ങിയതുപോലെയല്ല. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ 120 പേര് ഇറങ്ങിയ ദൈവ സാന്നിധ്യം ഓരോരുത്തരുടെ മേലും വ്യക്തിപരമായിട്ട് അതേ ദൈവ സാന്നിധ്യം തീ പോലെ ഇറങ്ങി വന്നു. പിന്നെ ദൈവവചനം പറയുകയാണ്, ഇവിടം കൊണ്ട് തീരുകയല്ല, അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിച്ചു തുടങ്ങുക. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കോ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇത് അന്ത്യകാലമാകയാൽ എൻ്റെ മേലൊരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വീഴാൻ പോകുകയാണ്. അല്ല, ഇതുവരെയും ദൈവകൃപ അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിട്ടുകൊടുത്തോണം. ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നെ നിറയ്ക്കാൻ പോകുകയാണ്. കുഞ്ഞെ, നീ പണം സമ്പാദിച്ചത് കൊണ്ട് നിനക്കൊരു നേട്ടമില്ല. വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് നിനക്ക് നേട്ടമില്ല. അവൻ ബാങ്ക് ബാലൻസ് ഉള്ളത് കൊണ്ട് നിനക്ക് നേട്ടമില്ല. മറ്റെന്തെല്ലാം സമ്പാദ്യം നിനക്കുണ്ടെങ്കിലോ നിനക്കൊരു നേട്ടവുമില്ല. നീ വട്ടപൂജ്യമാണ്. പക്ഷേ അഭിഷേകമില്ലെങ്കിൽ നീ വട്ടപൂജ്യമാണ്. പക്ഷേ അഭിഷേകവും ദൈവകൃപയും നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീയാണ് ഏറ്റവും വലിയ വിജയിക്കുന്നവൻ. ഇന്ന് പലരും എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിന്നെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കാത്തത് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. 10ാം ക്ലാസ്സിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ജയിച്ചല്ലോ. കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ നിലവാരത്തിൽ ജയിച്ചല്ലോ. എന്താ അതിന്റെ കാരണം? മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പോലെ പഠിച്ചത് കൊണ്ടല്ല കേട്ടോ. ഒരു ദൈവത്തിന്റെ മഹത്വം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സാധാരണ കുഞ്ഞുങ്ങളെ പോലെ ബുദ്ധി അധികമില്ലാത്ത കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കാം. പക്ഷെ അവരെ പോലും വിജയിപ്പിച്ചൊരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. എന്താ ഇതിന്റെ കാരണം? അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അതിൻ്റെ അർത്ഥം അവൻ നിന്റെ മാനുഷിക ജ്ഞാനത്തെക്കാൾ കവിയുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നീ നിന്റെ കുഞ്ഞിന് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തെക്കാൾ ഉയരത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ആ കുഞ്ഞിന് മേൽ പകരപ്പെടുമ്പോൾ അവന് ലഭിക്കപ്പെടുന്ന ജ്ഞാനം ലോകത്തിൽ നിന്ന് ലഭിക്കപ്പെടുന്ന ജ്ഞാനത്തെക്കാൾ വലുതാണ്. വിശ്വസിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നന്നായി കരമടിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇത് നിന്റെ കുഞ്ഞിന്റെ മിടുക്കല്ല, ദൈവത്തിന്റെ കൃപയാണ്. പ്രാർത്ഥിക്കുന്നവന്റെയും ആരാധിക്കുന്നവന്റെയും തലമുറ എത്തപ്പെടുന്ന മേഖലകൾ ഭയങ്കരമായിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ലോകരാജ്യങ്ങളിൽ അവരുടെ കയ്യൊപ്പ് വീഴും? സ്തോത്രം പറയാൻ കഴിയുന്നുണ്ടോ?
സ്തോത്രം പറയാൻ കഴിയുന്നുണ്ടോ? ആരാധിക്കുന്നവന്റെയും മുഴങ്കാൽ മടക്കുന്നവന്റെയും തലമുറ ലോക രാജ്യങ്ങളിൽ കയ്യൊപ്പെഴുതും. പട്ടണങ്ങളെ അവൻ പിടിച്ചടക്കൂ, രാജ്യങ്ങളെ അവൻ കൈവശമാക്കൂ. രാജ്യത്തിന്റെ വാതിലുകൾ ആ തലമുറയ്ക്ക് വേണ്ടി തുറക്കപ്പെടൂ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇതെല്ലാം പ്രവചന ദൂതായിട്ട് ഏറ്റെടുത്തോണം. സാധാരണക്കാരന്റെ തലമുറയെക്കാളും പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സാധാരണക്കാരൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയ്ക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഒരു സ്ഥാനമുണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ സ്ഥാനമുണ്ടെങ്കിൽ ലോകത്തിന്റെ മുമ്പിലും ആ കുഞ്ഞിന് സ്ഥാനം ഉണ്ടാകും. സാധാരണ ഒരു കുടുംബത്തെ മാനിക്കുന്നതിനേക്കാൾ ദൈവത്തിന് ഇഷ്ടം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ മാനിക്കുന്നതാണ്. മുഴങ്കാൽ മടക്കുന്ന ഒരു കുടുംബത്തെ മാനിക്കുന്നതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊന്നും നേടിയതല്ല കേട്ടോ, പ്രാർത്ഥിച്ച് നേടിയതാ. ഹല്ലേലൂയ, കരഞ്ഞു നേടിയതല്ലേ? ആ ദൈവത്തെ എത്ര സ്തുതിക്കാതിരിക്കാൻ കഴിയും? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? ഇന്ന് നീ ആരാധിക്കുന്ന ആരാധനയുണ്ടല്ലോ, നാളത്തെ നിന്റെ നേട്ടങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നാട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് കൂടി പാടി കർത്താവിനെ സ്തുതിക്കാമല്ലോ. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ചുകൊണ്ട് ഹല്ലേലൂയ. മനോഹരം യാഹോവയുടെ ആലയം, എന്തോരാനന്ദം തവ പ്രകടനങ്ങളിൽ. മനോഹരം യാഹോവയുടെ ആലയം, എന്തോരാനന്ദം തവ പ്രകടനങ്ങളിൽ. ദൈവമേ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടങ്ങുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടങ്ങുകയില്ല, നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ അകപീഠങ്ങൾ ഇവൾ ഭക്ഷിക്കും ചെറുകുഴിയിലും. ഒരു സങ്കേതം നിന്റെ അകപീഠങ്ങൾ ഇവൾ ഭക്ഷിക്കും ചെറുകുഴിയിലും. രാവിലെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയം, ഞങ്ങൾ ശക്തര ഇന്നും നിന്റെ ശക്തിയാ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയം, ഞങ്ങൾ ശക്തര ഇന്നും നിന്റെ ശക്തിയാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം
മുടക്കുകയില്ല. നേരായി നടപ്പവർക്ക് മുടക്കുകയില്ല. ഒരു സങ്കേതം യാഗപീഠങ്ങൾ ഇവൾ ഭക്ഷിക്കും തിരുഗുരുവിനും. ഒരു സങ്കേതം യാഗപീഠങ്ങൾ ഇവൾ ഭക്ഷിക്കും തിരുഗുരുവിനും. രാവിലെ നന്മകളെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, നന്മകൾക്ക് പരിചയാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, നന്മകൾക്ക് പരിചയാ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. ദൈവമേ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും. ചേർന്ന് പാടിക്കേ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്ക് പരിചയാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്ക് പരിചയാ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഭൂവാസികളെ യഹോവയ്ക്കാത്തിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കാത്തിടുവിൻ. സംഗീതത്തോടെ വന്നു കൂടുവിൻ. സംഗീതത്തോടെ വന്നു കൂടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലവനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലവനല്ലോ, സ്തുതി എന്നുമുള്ളത്. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ, അവനെ വാഴ്ത്തിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ, അവനെ വാഴ്ത്തിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കാത്തിടുവിൻ. ശക്തിയോടെ ഭൂവാസികളെ യഹോവയ്ക്കാത്തിടുവിൻ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കാത്തിടുവിൻ. ശക്തിയോടെ ഭൂവാസികളെ സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. സംഗീതത്തോടെ വന്നു കൂടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലവനല്ലോ, സ്തുതി എന്നുമുള്ളത്. 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 അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലവൻ. ശക്തിയോടെ ഹല്ലേലൂയ. ഓ അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലവനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്.
Hallelujah, hallelujah, hallelujah. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശുവെന്നും നിന്റെ കൂടെ നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന നിന്നെ പാടുതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന നിന്നെ പാടുതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന നിന്നെ കുറ്റം മേടിച്ചു തള്ളി കളഞ്ഞാലും പിന്മാറിപ്പോയിടല്ലേ തിരുഭേരുമില്ലാതെ മുമ്പോട്ട് പോകുവാൻ യേശുവെന്നും നിന്റെ കൂടെ നിന്നെ കുറ്റം മേടിച്ചു തള്ളി കളഞ്ഞാലും പിന്മാറിപ്പോയിടല്ലേ തിരുഭേരുമില്ലാതെ മുമ്പോട്ട് പോകുവാൻ യേശുവെന്നും നിന്റെ കൂടെ നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല അത് പ്രാപിച്ചിടും നിശ്ചയം അത് പ്രാപിക്കുമ്പോ നഷ്ടം ലാഭമാകും ദുഃഖം സന്തോഷമായി മാറും നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന നിന്നെ പാടുതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലയോ ഈ വേദന നിന്നെ പാടുതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന ഓ നഷ്ടങ്ങളിലും പാതറിയിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും എന്റെ ദൈവം നീ എന്നും എന്റേതല്ലേ 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 സുരവരവാ ജീവനാരവ സാരാവ ഓ തുടരകട ജീവന ചെരകട ജീവന സാരാവ സാരാവ തുടരവരവാ ആത്മമണ്ഡലം തുറക്കുന്നു. പരിശുദ്ധാത്മാവിൽ ചിലർ ശക്തമായി ചലിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിൽ ചിലർ ശക്തമായി ചലിക്കപ്പെടുന്നു. ആരാധനയുടെ വിടുതൽ ആലയത്തിനകത്ത് വെളിപ്പെടുന്നു. അത് സൗഖ്യമായി, അത് സ്വസ്ഥതയായി, അത് ഉയർച്ചയായി, അത് മാന്യതയായി. ദൈവ സാന്നിധ്യത്തിന്റെ മഴ പെയ്തിറങ്ങട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ മഴ പെയ്തിറങ്ങട്ടെ.
ഇറങ്ങുമ്പോൾ ജീവനുള്ളതൊക്കെ ചലിച്ചു തുടങ്ങും. ആത്മനദി പെയ്തിറങ്ങുമ്പോൾ ജീവനുള്ളതൊക്കെ ചലിച്ചു തുടങ്ങും. ജീവനുള്ളതൊക്കെ ചലിക്കും. ജീവനുള്ളതൊക്കെ ചലിക്കും. ജീവനുള്ളതൊക്കെ ചലിക്കും. ജീവനുള്ളതൊക്കെ ചലിക്കും. ഒരു നദി ഒഴുകുന്നു. ഒരു നദി ഒഴുകുന്നു. ഒരു നദി ഒഴുകുന്നു. അതിൻ്റെ അകത്ത് ജീവനുള്ളതൊക്കെ ചലിക്കുന്നു. ജീവനുള്ളതൊക്കെ ചലിക്കുന്നു. ജീവനുള്ളതൊക്കെ ചലിക്കുന്നു. ആത്മാവിൽ ജീവനുള്ളതൊക്കെ ചലിക്കുന്നു. ആത്മാവിൽ ജീവനുള്ളത് ചലിക്കുന്നു. ആത്മാവിന്റെ ജീവനുള്ളത് ചലിക്കുന്നു. ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിക്കുന്നു. ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിക്കുന്നു. ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിക്കുന്നു. ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു, ഈ സമയം രോഗശക്തി വ്യാപരിക്കുന്നു. രോഗോപശാന്തിയോടുകൂടെ ആമേനെ അപ്പായുടെ കരം ഇതിനകത്ത് ഇറങ്ങുന്നു. രോഗോപശാന്തിയോടുകൂടെ അപ്പായുടെ കരം ഇതിനകത്ത് ഇറങ്ങുന്നു. ഞാൻ യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നു. അടിപ്പിണരാലുള്ള സൗഖ്യം, അടിപ്പിണരാലുള്ള സൗഖ്യം, മാനസിക സൗഖ്യം, ശാരീരിക സൗഖ്യം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുന്നു. ഓ ദൈവസഭയ്ക്കകത്ത് കർത്താവിന്റെ സാന്നിധ്യം അസാധാരണമായി ഈ ആലയത്തിനകത്ത് അവിടുന്ന് ഒഴുകുമ്പോൾ ഇന്ന് പകൽ എൻ്റെ മേലൊരു വിടുതൽ വേണമെന്ന് എന്നോട് ചേർന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? എൻ്റെ മേലൊരു സൗഖ്യം വേണമെന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ എത്ര പേരുണ്ട്? ദൈവസഭയോട് മനസ്സലിയുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വരികയാണ്. ആ കരങ്ങളൊന്ന് ഉയർന്നിരിക്കട്ടെ. അപ്പായുടെ ആ സ്നേഹത്തോട് ചേരാൻ പറ്റുന്നവർ സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും കരമുയർത്തി സമ്മതിക്കാൻ പറ്റുന്നവർ ഹൃദയം തുറന്നു. ദിനവും യേശുവിന്റെ ചാരേ, ആ മുഖത്ത് നോക്കി പറഞ്ഞാൽ, ആ മുഖത്ത് നോക്കി പറ, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായ യേശുപ്പയുടെ മുഖത്ത് നോക്കി പറ, I love you, Jesus. We love you, Jesus. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. അപ്പാ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പറയാണ് as a church. അപ്പയോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. അപ്പ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. കഴിവുകളില്ലപ്പാ,
യോഗ്യതകളില്ലപ്പാ, യോഗ്യതകളില്ലപ്പാ, ആരോഗ്യമില്ലപ്പാ, സാമ്പത്തികമൊന്നും പറയാനില്ലപ്പാ, സ്ഥാനങ്ങളോ മാനങ്ങളോ ഒന്നുമില്ലപ്പാ. പക്ഷെ ഞങ്ങളെ തേടി വന്ന അപ്പേറ്റ് ഞങ്ങളിന്ന് പകൽ പറയുന്നു, ഞങ്ങളെ ഒത്തിരി പേര് തള്ളിക്കളഞ്ഞതാണ്, ഞങ്ങളെ ഒത്തിരി പേര് മാറ്റി നിർത്തിയതാപ്പ. പക്ഷേ ഇന്ന് പകൽ ആത്മാവിൽ ഞങ്ങൾ പറയുന്നു, ചതഞ്ഞ ഓട ഓടിക്കാതെ, പുകയുന്ന തിരികെടുത്താതെ അപ്പൊ ഞങ്ങളെ ചേർത്ത് പിടിച്ചത്. പൊങ്ങിയിരുന്ന വെള്ളം പ്രാണന മീതെ കവിയുമായിരുന്നത് അങ്ങ് ഞങ്ങളെ വീഴാതെ നിർത്തിയത്. ലോകത്തിൽ സ്നേഹിച്ച പലരും നമ്മുടെ മുമ്പിൽ മാറും. ലോകബന്ധങ്ങൾ നമ്മളെ വിട്ടുമാറും. ഇന്നലെ നമ്മൾ കേട്ട ദൈവവചനത്തിന്റെ ഭാഗം 4 പദങ്ങളാണ് കർത്താവ് ആമേൻ എൻ്റെ ഹൃദയത്തിനകത്ത് അവിടുന്ന് പ്രകാശിപ്പിച്ചത്. അതിൽ ആമേൻ ഒരു കാര്യം നമ്മൾ ഇന്നലെ പകൽ ഉണർവിൻ്റെ മീറ്റിങ്ങിൽ ഉച്ച കഴിഞ്ഞുള്ള സെക്ഷനിൽ നമ്മൾ അവിടുന്ന് ശുശ്രൂഷിച്ചു. ആ പദങ്ങൾ ഇതാണ്: ദൈവസന്നിധിയിൽ ദൈവജനം കാത്തിരിക്കുക. എല്ലാവരും പറഞ്ഞാട്ട് കാത്തിരിക്കുക. ഉറക്കെ പറഞ്ഞേ കാത്തിരിക്കുക. ആമേൻ. കാത്തിരിക്കുന്നവർ എങ്ങനെ ഇരിക്കണമെന്നാണ് പറഞ്ഞ്? കാത്തിരിക്കുന്നവർ പ്രതീക്ഷയോടെ കാത്തിരിക്കണം, പ്രത്യാശയോടെ കാത്തിരിക്കണം, വിശ്വസ്തയോടെ കാത്തിരിക്കണം. ഓക്കെ. അങ്ങനെ കാത്തിരിക്കുക. സ്തോത്രം. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്ന മേഖലകൾ. സ്തോത്രം. അതിൻ്റെ രണ്ടാമത്തെ പദം കിടക്കുന്നത് ശക്തി പ്രാപിക്കുക. കാത്തിരിക്കുന്നവരെ കുറിച്ച് വചനം പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക? ശക്തി പ്രാപിക്കുക, ശക്തി റിന്യൂ ചെയ്യുക, പുതുക്കുക. നമുക്ക് ലഭിച്ച ദൈവശക്തിയെ നാം എന്ത് ചെയ്യുക? പുതുക്കുക. എല്ലാവരും പറഞ്ഞ ദൈവശക്തിയെ പുതുക്കുക. ഓക്കെ. മൂന്നാമത്തെ പദം വിശ്വസ്തരാകുക. സ്തോത്രം. ആമേൻ. ആരാകുക? വിശ്വസ്തരാകുക. നാലാമത്തെ പദം ജീവൻ കൊടുക്കുക. വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നത് നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തൊരു മോഡലാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവീൻ എന്ന് പറയുന്നിടത്ത് ഏറ്റവും കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്ന അടുത്തൊരു അനുഭവം അത് തന്നെയാണ്. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ജീവൻ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 4 പദങ്ങളാണ്. അതിലാദ്യത്തെ പദം നമ്മൾ ഇന്നലെ പകൽക്കാലം പോയത് കൊണ്ട് അതിലേക്ക് ഞാൻ വീണ്ടും പ്രവേശിക്കുന്നില്ല. ആമേൻ. രണ്ടാമത്തെ പദവും ഞാൻ അവിടെ ഹോൾഡ് ചെയ്തിട്ട് മൂന്നാമത്തെ പദത്തിനകത്തേക്ക്, സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തേക്ക് നമുക്ക് മുൻപിലുള്ള അല്പസമയങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ എഴുതിയിരിക്കുന്ന വചനം പറയുന്നു, നമ്മൾ ആരാകണം? വിശ്വസ്തരാകണം. അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിൽ. ആമേൻ. സ്തോത്രം. എന്നോട് കർത്താവ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതാണ്: ചിലരുടെ ലൈഫിൽ അല്പം എന്നത് മാറി
അധികം എന്നതിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ പോവുകയാണ്, ഒരു രൂപാന്തരം നടക്കാൻ പോവുകയാണ്, ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്, ഒരു വലിയ ചേഞ്ച് അവരുടെ അകത്ത് ഉണ്ടാകാൻ പോവുകയാണ്. എവിടെ നിന്ന് എവിടേക്ക്? അല്പത്തിൽ നിന്ന് അധികത്തിലേക്ക്. അതുകൊണ്ട് നെഞ്ചത്തോട്ട് കൈ കഴിച്ചു പറഞ്ഞേ, ഇനി ഞാൻ അല്പത്തരം കാണിക്കത്തില്ലെന്ന് പറ. ആരും മിണ്ടുന്നില്ല. ഇനി ഞാൻ അല്പത്തരം ഏതിലൊക്കെ അത് നമ്മുടെ എളുപ്പപ്പണിയാണ്, അത് നമ്മുടെ ഉഡായിപ്പ് ലൈഫാ. എല്ലാറ്റിലും എന്ന് പറഞ്ഞാൽ പണി തീർന്നല്ലോ. സ്തോത്രം. ഇനി ഞാൻ അല്പത്തരം കാണിക്കത്തില്ല. കൊടുക്കുന്നൊക്കെ ലാസ്റ്റ് മതി, അതിനുമുമ്പ് വേറെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഞാൻ അല്പത്തരം, കാരണം ആ വാക്ക് കേട്ടപ്പോഴേ പിടികിട്ടി പറയാൻ പോകുന്നത് കൊടുക്കുന്നതിനകത്തൊന്നും ആരും ലുപ്തിക്കരുത് എന്നാണ്. പക്ഷേ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അല്പത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്പമായതിൽ നിന്ന് ദൈവം അധികമായതിലേക്ക് ചിലരെ ആരാക്കാൻ പോകുകയാണ്? വിശ്വസ്തരാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എനിക്കതിനകത്തൊരു ദൈവശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ആ രണ്ട് കരമൊന്ന് അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞോ. എന്നോട് കർത്താവ് ഇടപെട്ടത് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാം. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ഞാനിത് പറയുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന് ആഗ്രഹമുള്ളതെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ഉറപ്പ് കൊടുക്കണം, നമ്മൾ വിശ്വസ്തരായി നിലനിൽക്കും എന്നുള്ളത്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് പറയും കർത്താവിൽ ഞാൻ വിശ്വസ്തനായി നിലനിൽക്കും? തീരുമാനം എടുക്കാവോ? നിങ്ങളുടെ ലൈഫിനെ ഞാൻ മാറ്റി കാണിക്കാം. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കുന്നു. അല്പമായതിൽ നിന്നും അധികമായതിലേക്ക് ഒരു യാത്ര. പക്ഷെ കർത്താവിനോട് പറഞ്ഞ വാക്കാണ്, ആദ്യം എനിക്കറിയണം മരണപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവൻ പോകുന്നിടം വരെ നീ വിശ്വസ്തനായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാകത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ കാഴ്ചകളും ആ ഒരു ശബ്ദങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അകത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം നിങ്ങളുടെ അകത്ത് വരാത്തത് കൊണ്ടാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ്? ചിലർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായി ദൈവം അധികമായ ചില മേഖലകൾ ചെയ്യാൻ പോകുകയാണ്. ആമേൻ. ഞാനിവിടെ പറയുന്നത് പൈസയുടെ കാര്യമല്ല, ഫിനാൻസ് കാര്യമല്ല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആദ്യമേ പറയുന്ന കാര്യം നിങ്ങൾ കുറിച്ചിട്ട് കൊള്ളുക. കർത്താവിനോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെയാണ്: അല്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചിലരെ ദൈവം അധികം പ്രാർത്ഥിക്കുന്നവരാക്കി മാറ്റാൻ പോകുകയാണ്. ഹല്ലേലൂയ. അല്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചിലരെ ദൈവം അധികം പ്രാർത്ഥിക്കുന്നവരാക്കി മാറ്റാൻ പോകുകയാണ്. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് കർത്താവ് ഈ ദിവസങ്ങൾ നിനക്ക് ചാൻസ് തരികയാണ്. ആമേൻ, ഹല്ലേലൂയ. നിർത്താത്ത മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് അപ്പനോട് പറഞ്ഞൊരു വാക്ക് ഞാൻ പറയാ, എൻ്റെ പ്രസൻസ് അവനിൽ നിന്നൊന്നും മാറിയിട്ട് വേണ്ടേ അവൻ എന്നിൽ നിന്നൊന്ന് അകന്നു മാറാൻ. പിടികിട്ടിയില്ല. ചിലരങ്ങനെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ ദൈവിക പ്രസൻസിൻ്റെ വലുപ്പം ആഴത്തിൽ അവരുടെ മേൽ നിന്നിട്ട് എനിക്കറിയാം വിട്ടുമാറാൻ കഴിയാത്ത ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വത്തിൽ നിന്നുകൊണ്ട് അപ്പയുമായ ഒരു വലിയ കോൺവെർസേഷനിലേക്ക്, അപ്പയുമായ ഒരു വലിയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ചിലരെ പരിശുദ്ധാത്മാവ് അടുപ്പിക്കാൻ പോവുകയാണ്. ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയാ, ഇന്ന് പകൽ നീ ദൈവത്തോട് സംസാരിക്കോ. ഇന്ന് പകൽ ദൈവം നിന്നോട് സംസാരിക്കോ. അത് അല്പമായിട്ടല്ല, അത് അധികമായിട്ട്. അതെന്താ സംഭവിക്കുന്നത്? നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ അവനറിയോ, അവന്റെ മറുപടികൾ അവൻ നിനക്ക് നൽകോ. അങ്ങനെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഒരു പ്രോപ്പറായ ദൈവിക സംഭാഷണത്തിന്റെ മണിക്കൂറുകൾ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ചിലരുടെ മേൽ അവിടുന്ന് ഉയർന്നു വരാൻ ദൈവം അവിടുന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥനാ ലൈഫിൽ എനിക്കൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ രണ്ടു കരങ്ങളും ചേർത്തടിച്ച് വെറുതെ വേണ്ട. എൻ്റെ പ്രാർത്ഥനാ ലൈഫ് ഒന്ന് മാറണോ. ഞാൻ ഇരിക്കുന്നിടത്ത്, ഞാൻ നടക്കുന്നിടത്ത്, ഞാൻ പോകുന്നിടത്ത് എൻ്റെ പ്രയർ ലൈഫിനകത്തൊരു മാറ്റം ഉണ്ടാകണോ. ഇത് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് Hallelujah.
തിരുവചനത്തിനകത്ത് യാമങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട്. തിരുവചനത്തിനകത്ത് പ്രഭാതത്തിൽ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട്. തിരുവചനത്തിനകത്ത് അർദ്ധരാത്രി എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാ, ചിലരോട് കർത്താവ് ഇടപെടുകയാ. ആമേൻ. അർദ്ധരാത്രികളിൽ നിന്റെ ഉറക്കത്തിൽ നിന്ന്, നിന്റെ ശരീരത്തിന് ക്ഷീണം വരാത്ത നിലയിൽ നിന്റെ ഉറക്കത്തെ മാറ്റി നിർത്തി സ്വർഗം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. എന്തിനെന്നറിയാമോ? വീണ്ടും മൊബൈൽ എടുത്ത് തോണ്ടാനല്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ, നിന്റെ പ്രയർ ലൈഫിനെ മാറ്റിയെടുക്കാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ തട്ടി ഉണർത്തുമ്പോ കർത്താവേ ഞാൻ റെഡിയാണെന്നൊന്ന് പറയാ. ഹല്ലേലൂയ. വിശ്വസ്തരായിരിക്കണം. കർത്താവ് ചിലരുടെ പ്രയർ ലൈഫിനെ മാറ്റാൻ പോവുക. കർത്താവ് ചിലരുടെ പ്രയർ ലൈഫിനെ മാറ്റാൻ പോവുക. ശബ്ദരാധന. എനിക്ക് ഭയങ്കരമായൊരു പ്രൊഫറ്റിക്കൽ വേയിലേക്ക് അത് മൂവ് ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് നിയോഗം തരികയാണ്. ചിലർ ഭയങ്കരമായിട്ട് പ്രാർത്ഥന ലൈഫ് മാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ചേ, തിരുവചനത്തിനകത്ത് പ്രാർത്ഥന ലൈഫ് മാറിയവരുടെ ജീവിതം മാറിയിട്ടുണ്ട്. പ്രാർത്ഥനാ ലൈഫ് മാറിയവരുടെ, പ്രാർത്ഥനാ ജീവിതം മാറിയവരുടെ ജീവിതം മാറിയിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, പ്രാർത്ഥനാ ലൈഫ് മാറിയവരുടെ ജീവിതം മാറിയിട്ടുണ്ട്. ഇന്നലെ പകല് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ ഇവിടെ നിന്ന് ദൈവവചനം പറഞ്ഞപ്പോൾ തൻ്റെ അനുഭവത്തിൻ്റെ അകത്ത് നിന്ന് താൻ അടർത്തിയെടുത്തൊരു അനുഭവമുണ്ട്. എനിക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. സാധാരണ കൂലിപ്പണിക്കാരനായ ഒരു പിതാവിൻ്റെ മകനായി ജനിച്ച് തൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, തൻ്റെ തലമുറയ്ക്ക് വേണ്ടി സ്തോത്രം പറഞ്ഞ ഒരമ്മയുണ്ട്. ആ അമ്മയുടെ പ്രാർത്ഥനയാണ് എന്നെ ഉയർത്തിയെടുത്തതെന്ന്. ഇന്ന് പകൽ ഹല്ലേലൂയ. എല്ലാം കഴിഞ്ഞിട്ട് 2 മിനിറ്റ് അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും പറഞ്ഞ് കിടക്കുന്നവരുടെ പ്രാർത്ഥനയല്ല ഞാൻ പറയുന്നത്. ഇന്ന് പകൽ ഹൃദയം തുറന്ന് ഏകാഗ്രതയോടെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടില്ലേ ഒരു പിതാവിൻ്റെ പ്രാർത്ഥന. കർത്താവെ, ഞാൻ വട്ടം കൂട്ടി വെച്ചതൊക്കെ അത് ആത്മാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോയി ദൈവത്തിൻ്റെ ഒരു ആലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്ന ഒരു തലമുറയാക്കി എൻ്റെ തലമുറയെ മാറ്റണമേ എന്നൊരു പിതാവ് പ്രാർത്ഥിച്ച് ഒരധ്യായം അവിടുന്ന് ക്ലോസ് ചെയ്യുമ്പോൾ അടുത്ത 6 അധ്യായങ്ങൾ കഴിഞ്ഞ് 7ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അതിന്റെ തെളിവ് വെളിപ്പെടുത്തുകയാണ്. ആ പിതാവ് പ്രാർത്ഥിച്ചതുപോലെ ദൈവം അങ്ങനെ ഒരു തലമുറയെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ പറയാ, എല്ലാ പണിയും തീർത്തിട്ടിരിക്കുന്നതല്ല മക്കളെ പ്രാർത്ഥനാ ലൈഫ്. എല്ലാ പണികളെയും മാറ്റിവെച്ചിട്ടിരിക്കുന്നതാ പ്രാർത്ഥനാ ലൈഫ്. ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിനാണ്. നമ്മൾ പറയും മുൻപേ അവൻ്റെ രാജ്യവും മുൻപേ അവൻ്റെ നീതിയും അന്വേഷിക്കുക. എന്താണ് ദൈവരാജ്യം? ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് പറയുന്നു, നീതിയും സമാധാനവും സന്തോഷവും, അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിന് നീ പ്രയോറിറ്റി കൊടുത്താൽ നിന്റെ അകത്തുനിന്ന് സ്തോത്രം ഉയരും, നിന്റെ അകത്തുനിന്ന് പ്രാർത്ഥന ഉയരും. ആ പ്രാർത്ഥന നിന്റെ അകത്തുനിന്ന് ഉയർന്നാൽ ദൈവത്തിൻ്റെ ഗ്ലോറി നിന്റെ മേൽ ഇറങ്ങി വരും, ദൈവത്തിൻ്റെ മഹത്വം നിന്റെ മേൽ ഇറങ്ങി വരൂ. ശബലജനതൽ ഘടകമന റാന്തരാധനാദിയാലബന ബൗഢരാധന റീഗൽ ഘടകമന. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ യാക്കോബിന്റെ ലൈഫിനെ ഒന്ന് എടുത്തു നോക്ക്. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ടല്ലേ, കല്ല് പറഞ്ഞേ ഞാൻ നല്ല തലേണ്ണ തരാം നിങ്ങൾക്ക് എല്ലാവർക്കും, 1 2 എണ്ണം വെച്ച് തരാം, അത് വെച്ചൊന്ന് പ്രാർത്ഥിക്കുക. കല്ല് വേണ്ട, സഭ വാങ്ങിച്ചു തരാം. കുടുംബത്തിൻ്റെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് തലേണ വാങ്ങിച്ചു തരാം. പക്ഷെ വീട് വിട്ട് യാക്കോബ് പോയി കിടന്ന നദിക്കരയിൽ കിടന്ന് കരയുന്നത് പോലെ നിന്റെ പശുവിനെ മാറ്റി നിർത്തി, നിന്റെ പൂച്ചയെ മാറ്റി നിർത്തി, നിന്റെ പട്ടിയെ മാറ്റി നിർത്തി, നിന്റെ വീട്ടിലെ മൃഗങ്ങളെ മാറ്റി നിർത്തി, നിന്റെ വീട്ടിലെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി, ഭർത്താവിനെ മാറ്റി നിർത്തി, ഭാര്യയെ മാറ്റി നിർത്തി ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന നിങ്ങൾ എൻ്റെ മുമ്പിൽ വരാമെങ്കിൽ ആമേൻ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങൾക്ക് അവിടെ വേണ്ടിയത് ഒരുക്കി തരാം. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ?
Praise the Lord. നമ്മൾ പറയും മുൻപേ അവൻ്റെ രാജ്യവും നീതിയും, പക്ഷേ നമ്മുടെ ഓട്ടവും നമ്മുടെ ചിന്തയും. ഞാൻ ഇന്നലെ രാത്രിയിലും കുഞ്ഞുങ്ങളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് നമ്മുടെ പ്രെയർ ലൈഫിനെ കാണുന്നത് പ്രാർത്ഥനയുടെ വാക്കുകളല്ല. ഇന്ന് പകൽ ഞാൻ പറയാം, എൻ്റെ വാക്കുകളല്ല. എനിക്കറിയാം ഞാനൊരു പ്രസംഗ കലയുള്ള മനുഷ്യനല്ല. എനിക്കറിയാം ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് പോലും ആഗ്രഹിക്കുന്നത് അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത് അവരെ ഫലിപ്പിക്കാൻ കഴിവുള്ള ഒരുവനല്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, അങ്ങനെ പ്രാസം ഒപ്പിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല എൻ്റെ ദൈവത്തിന് വലുത്. കർത്താവിനോട് പറഞ്ഞ പദം ഇതാണ്, പ്രാർത്ഥനയിലുള്ള അവൻ്റെ മനോഭാവം. സ്തോത്രം. ഞായറാഴ്ച ആയതുകൊണ്ട് ആരാധനയ്ക്ക് പള്ളിയിൽ വരുന്നതിനെയല്ല ദൈവം കാണുന്നത്. ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കണമെന്നുള്ള, ദൈവത്തിന് സ്തോത്രം പറയണമെന്നുള്ള, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്നുള്ള എൻ്റെ പ്രാർത്ഥനയുടെ മനോഭാവം. സ്തോത്രം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, എന്തുകൊണ്ട് സഭ ഭൗതിക മേഖലകൾ പിരിക്കുന്നില്ല? സഭ ഭൗതിക മേഖലകൾ പിരിക്കാത്തതിന്റെ കാരണം നമ്മൾ കൊടുക്കുന്നത് നല്ല മനസ്സോടെ ആവില്ല. പിരിവിന്റെ മുൻപിൽ നല്ല മനസ്സോടെ പിരിവ് കൊടുക്കുന്നത് 99% കാണില്ല, 1% കാണുകയുള്ളൂ. എന്നാൽ പിരിവ് നിർബന്ധമില്ലാതെ കൊടുക്കാൻ വെച്ചാൽ കൊടുക്കുന്നവർ ആവശ്യത്തിന്റെ 10-1 100 അവരുടെ നല്ല മനോഭാവത്തിൽ നിന്നുള്ളത് വെളിയിൽ വരും. അതിന്റെ കുറവിനെ തീർപ്പാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഇന്നൊരു പകൽക്കാലം ഞാൻ ധൈര്യത്തോടെ പറയാം, നിങ്ങളുടെ പ്രെയർ ലൈഫിനെ അല്പത്തിൽ നിന്ന് അധികത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ആരെയാണ് ആഗ്രഹിക്കുന്നത്? പ്രാർത്ഥനയിൽ എനിക്ക് ഉയരണമെന്ന്, ആരാധനയിൽ എനിക്ക് ഉയരണമെന്ന്, ദൈവിക പദ്ധതിയിൽ എനിക്ക് ഉയരണമെന്ന്, ദൈവരാജ്യത്തിൽ എനിക്ക് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന തൻ്റെ ജനത്തിന്റെ മനോഭാവത്തെ, ആത്മീയ മനോഭാവത്തെ കണ്ട് ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം ഉറപ്പു പറയുകയാണ്, ചിലരെ ഞാൻ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുക. പ്രാർത്ഥനയിൽ അല്പത്തിൽ നിന്ന് അധികത്തിലേക്ക്. 2, അഭിഷേകത്തിൽ അല്പത്തിൽ നിന്ന് അധികത്തിലേക്ക്. വിശദീകരിക്കുന്നില്ല. എന്നോട് കർത്താവ് എൻ്റെ പ്രാർത്ഥനയിൽ എന്നോട് പറഞ്ഞാണ്, ചിലർ ഭയങ്കര കൊതിയോടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, കർത്താവ് എൻ്റെ അഭിഷേകത്തിൻ്റെ ലെവലൊന്ന് മാറ്റണേ, എൻ്റെ അഭിഷേകത്തിൻ്റെ ലെവലൊന്ന് മാറ്റണേ. ചിലരുടെ വാക്കുകൾ കർത്താവ് എൻ്റെ മുമ്പിൽ തന്നു, എൻ്റെ അന്യഭാഷയിൽ ഒരു മാറ്റം വരുത്തണേ, എൻ്റെ അന്യഭാഷയൊന്ന് വർദ്ധിപ്പിക്കണമേ. അന്നും ഇന്നും ഒന്നാ കർത്താവ്, ഇതിനൊരു മാറ്റം വരുത്തണേ. കർത്താവ് ഇന്ന് പകൽക്കാലം എനിക്ക് ഉറപ്പ് തന്നത് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വിശ്വസ്തരായി ദൈവസന്നിധിയിൽ ഇരുന്ന, നിങ്ങൾ വിശ്വസ്തരായി ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ അല്പമായ നിന്റെ അഭിഷേകത്തെ ദൈവം അധികമാക്കി വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം. അല്പത്തിൽ നിന്ന് അധികത്തിലേക്ക്. സ്തോത്രം. ഓക്കെ, അപ്പൊ 1, പ്രാർത്ഥനാ ലൈഫിനെ അല്പത്തിൽ നിന്ന് അധികത്തിലേക്ക് മാറ്റും. 2, അഭിഷേകത്തെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? വിശ്വസ്തരായിക്കോ. നിങ്ങൾ എത്ര പ്രായമുള്ളവരും ആയിക്കോട്ടെ, എന്ത് ജോലിയുള്ളവരും ആയിക്കോട്ടെ, എന്ത് അവസ്ഥയുമുള്ളവരായിക്കോട്ടെ, കർത്താവ് നിങ്ങളുടെ അഭിഷേകത്തെ വർദ്ധിപ്പിക്കും. ഇത് ടാമി ചേർച്ചിനകത്ത് സംഭവിക്കുമെന്നതിന് എനിക്ക് ഒരു സംശയവുമില്ല. കാരണം ലോകത്തെക്കാൾ അധികം ഞാൻ എൻ്റെ അപ്പൻ്റെ വാക്ക് കേൾക്കുന്നു. ഇന്നും എൻ്റെ അപ്പൻ്റെ ശബ്ദത്തെ എനിക്ക് ഇഷ്ടമാണ്. ഇന്നും എൻ്റെ അപ്പൻ്റെ മുഖം എനിക്ക് ഇഷ്ടമാണ്. ഇന്നും എൻ്റെ അപ്പനോട് ഞാൻ ചേർന്നിരിക്കുമോ. പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്, ചോദ്യങ്ങൾ ഒത്തിരിയുണ്ട്, ക്ഷീണങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷേ ഇതിൻ്റെ നടുവിലും എൻ്റെ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നിന്നാൽ ഞാൻ എൻ്റെ ഒരു ബലഹീനത ഞാൻ നോക്കാറില്ല, എൻ്റെ ഒരു സാഹചര്യവും ഞാൻ നോക്കാറില്ല, എൻ്റെ ഒരു അനുഭവം ഞാൻ നോക്കാറില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എന്നാലാവോളം. സ്തോത്രം. അഭിഷേകം വർദ്ധിക്കും. ദൈവം ചെയ്യുമോ? ഞാൻ സത്യമായിട്ട് ദൈവമക്കളോട് പറഞ്ഞു, എനിക്ക് ശാരീരികമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത പോലെ ക്ഷീണം എൻ്റെ അകത്തുണ്ട്. എന്തുകൊണ്ട് എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, എന്താണ് എൻ്റെ സംഭവം എന്ന് എനിക്കറിയത്തില്ല. 2 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെ ഒരു 15 ദിവസം കൊണ്ട് 5 കിലോ എൻ്റെ ശരീരത്തിൽ നിന്ന് ലോസായിപ്പോയി. ലോസായതിനായി സ്തോത്രം. അതെൻ്റെ ആഗ്രഹമാണ്, അതെൻ്റെ പ്രാർത്ഥനയാണ്, അത് ഞാൻ തിരിച്ചറിയുന്നു. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ എന്താണ് ഇതിൻ്റെ റീസൺ എന്നറിയത്തില്ല. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വല്ലാത്ത ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഒന്ന് ഞാൻ പറയാം, എൻ്റെ യേശുവിനെ ഉയർത്താൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ ക്ഷീണങ്ങളെ എൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ആത്മീയ ശുശ്രൂഷകൾ എൻ്റെ ക്ഷീണത്തിന് മുമ്പിൽ നിന്ന് എനിക്ക് മാറ്റിവെക്കാൻ എനിക്കിഷ്ടമല്ല. കാരണം എനിക്ക് ആയുസ് തരുന്നതും എനിക്ക് ആരോഗ്യം തരുന്നതും എൻ്റെ സ്വർഗത്തിലെ ദൈവമാകയാൽ ഇതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ പറയും,
അഭിഷേകം ആഗ്രഹിക്കുന്ന തന്റെ ജനം വിശ്വസ്തയോടെ നിന്ന് ഈ ദിവസങ്ങൾ സ്വർഗത്തിലെ ദൈവം തന്റെ ശക്തി നിങ്ങളുടെ മേൽ പകരും. നിങ്ങൾ ഇനി തിരുവചനത്തിനകത്തൂടെ നിങ്ങൾ യാത്ര ചെയ്തു. ആമേൻ. ഞാൻ ധൈര്യമായിട്ട് പറയാം, അഭിഷേകം വർദ്ധിച്ചവർക്കെല്ലാം ദൈവം കൊടുത്തത് ദൈവശബ്ദം കേട്ടവരെയാ. അഭിഷേകം ആരുടെ മേലെ കർത്താവ് പകർന്നെന്നറിയാമോ? 1, ദൈവശബ്ദം കേട്ടവരുടെ മേൽ. 2, കാത്തിരുന്നവരുടെ മേൽ. 3, ആമേൻ, അതിനുവേണ്ടി വില കൊടുത്തവരുടെ മേൽ. 4, അതിൽ വിശ്വസ്തയോടെ നിൽക്കാമെന്ന് പറഞ്ഞവരുടെ മേൽ. അവരുടെ മേൽ ദൈവം തന്റെ അഭിഷേകം പകർന്നു. ഇതൊക്കെ പറഞ്ഞിട്ടും ഒരുവനെ നോക്കുമ്പോൾ സാഹചര്യം കൊണ്ട് വയലിൽ നിന്ന് കാള ഒഴുകുക. പക്ഷെ കർത്താവ് പറഞ്ഞു, അത് എനിക്ക് വിഷയമല്ല മോനെ. നിന്റെ മനോഭാവത്തെ ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ സ്ഥിതി മാറുമാറ്. എന്റെ അഭിഷേകം നിന്റെ മേൽ വരികയോ. ഇന്ന് പകൽ ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാർത്ഥമായി നിങ്ങൾ പറ, എന്റെ സാഹചര്യ സമ്മർദ്ദങ്ങൾ എനിക്ക് മുമ്പിൽ വലുതാണ്, പക്ഷെ എനിക്കൊരു ദാഹമുണ്ട്, എനിക്കൊരു കൊതിയുണ്ട്, എനിക്കൊരു സന്തോഷമുണ്ട്. എന്റെ ലോകത്തിലെ അനുഭവങ്ങൾക്കപ്പുറമായി ഞാൻ എന്റെ കർത്താവിന്റെ പാദപീഠത്തിങ്കൽ ചേർന്നിരിക്കുകയാ. എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിൽ. ആ ഭാഗം ഞാൻ ക്ലോസ് ചെയ്യാണ്. അടുത്തൊരു പ്രബോധന ശബ്ദം സ്നേഹത്തോടെ ദൈവസഭയോട് പറയാം. സ്തോത്രം. എല്ലാവരും എൻ്റെ മുഖത്തോട്ട് നോക്കണം. എല്ലാവരും എൻ്റെ മുഖത്തോട്ട് നോക്കണം. ഞാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ അധികം പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഹലോ. ഇന്നലകളിൽ വന്നതിനേക്കാൾ അധികം പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് എൻ്റെ ദൈവം എന്നെ ഒത്തിരി അധികമായിട്ട് അനുഗ്രഹിക്കും. കൂശുമ്പോൾ ഒറ്റ ഓർമ്മ എടുക്കല്ല. മുഖത്ത് നോക്കി അസൂയപ്പെടരുത്. ഹലോ. നമ്മുടെ ഒരു ബ്ലഡ് എന്നാണെന്നറിയാവോ? പ്രാർത്ഥിച്ച് അഭിഷേകത്തോടെ കൃപയോടെ ഒരെണ്ണം കയറി വന്ന നമ്മുടെ അസൂയ, എൻ്റെ പൊന്നെ. കണ്ണടച്ചോട്ടെ ഞാൻ ഒരു മിനിറ്റത്തേന്. എന്നാ അസൂയ, എന്നെ കുശുമ്പ. മറ്റ് രാജ്യക്കാരെക്കാളും മറ്റു സംസ്ഥാനക്കാരെക്കാളും ഏറ്റവും കൂടുതൽ കണ്ടത് മലയാളി അമേരിക്കയിലല്ല, മലയാളി ഈവൻ അതെനിക്ക് അറിയത്തില്ല, പിന്നെ ഞാനങ്ങ് പറയുക, സ്വർഗത്തിൽ ചെന്നാലും അടുത്തൊരുത്തം വളരുന്നതും നന്നാവുന്നതും കാണുമ്പോൾ ഇതുപോലെ. ഹലോ. ഇനി എല്ലാവരും എൻ്റെ മുഖത്തോട്ട് നോക്കുക. എല്ലാവരുടെയും പ്രായത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അമ്മമാർ, സഹോദരിമാർ, ഐ ലവ് യു ഫോർ മൈ ഹാർട്ട്. എൻ്റെ കൊച്ചുമക്കൾ, എൻ്റെ ഹല്ലേലൂയ യൂത്ത്, ഐ ലവ് യു ഫോർ മൈ ഹാർട്ട്. എൻ്റെ പിതാക്കന്മാർ, എൻ്റെ സഹോദരന്മാർ, ഐ ലവ് യു ഫോർ മൈ ഹാർട്ട്. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുന്നു. മര്യാദയ്ക്ക് ഈ ദിവസങ്ങൾ കാത്തിരുന്ന് ദൈവസന്നിധിയിൽ അഭിഷേകം പ്രാപിക്കണം. അല്ലാതെ ആരെങ്കിലും ഇത് കേട്ടിട്ട്, ഇത് ദൈവദൂത ഇപ്പം പറയുന്നതല്ല, മുമ്പേ പറഞ്ഞേ, ഈ ദൈവദൂത് കേട്ടിട്ട് ജീവൻ കൊടുത്ത് ജീവിതം കൊടുത്ത് അഭിഷേകം പ്രാപിക്കുമ്പം കോളിലാവും. പഴയ പോലെ അല്ല, അവന് ഒരു സ്നേഹമില്ല. വേണ്ട മോനെ, ഈ ഇരിക്കുന്ന ഒന്നിനെ ഒത്തിരി സ്നേഹിക്കണ്ട, കർത്താവിനെ മാത്രം സ്നേഹിച്ചാൽ മതി. അമ്മേ പ്രൈസല്ലോ. ഇത് പറഞ്ഞ് നമ്മുടെ ലൈഫ് കളയരുത്. നിങ്ങൾ കൈയടിക്കാണ്, ഇതിനൊക്കെ വേണ്ടേ കൈയടിക്കാൻ? അമ്മേ, കാരണം ന്യൂസ് കേട്ടു യുദ്ധമൊക്കെ നിർത്തിയെന്ന്. പക്ഷെ നാളെ രാവിലെ ഒരു മിസൈൽ ഇവിടെ വന്ന് വീണാലോ? അസൂയം പിടിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ നമുക്ക് എവിടെ ചെല്ലാൻ പറ്റത്തില്ല. ആണോ അല്ലയോ? നിങ്ങൾ മിണ്ടുന്നില്ല. എനിക്ക് ആ വന്ന ലെവലിൽ ഇപ്പോൾ നല്ല ദൂത് അതിൻ്റെ പുറകെ കിടപ്പുണ്ട്. ആമേൻ. പക്ഷേ ഇത് പറഞ്ഞ് ആമേൻ നമ്മളിവിടെ നിങ്ങൾ ക്ലോസ് ചെയ്യുകയാണ്. കാരണം ആമേൻ ഒരു സൈഡ് മാത്രം നമ്മൾ ശുശ്രൂഷിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും. കാരണം ഈ ബ്ലെസ്സിങ് പറഞ്ഞിട്ട് നന്നാകണമെന്ന് പറഞ്ഞാൽ പറയും ശരിയല്ലെന്ന് പറയും, അല്ലേ?
സ്തോത്രം. അതുകൊണ്ട് നല്ല അപ്പൻ്റെ ഗുണമെന്നു ചോദിച്ചാൽ നല്ലതായിട്ട് വഴക്ക് പറയും, നല്ലതായിട്ട് അടിക്കും, അപ്പുറത്ത് മാറി നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. സഭയ മക്കളെ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടത്, പൗലോസ് പറയുന്നത് പോലെ ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാലം ഇനി അധികമില്ല, നമുക്ക് മുമ്പിൽ സമയം ഇനി അധികമില്ല. ആമേൻ. ഇന്നലെ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ആമേൻ, ഹല്ലേലൂയ, ഈ ശുശ്രൂഷ ആശീർവാദം പറഞ്ഞ് ഇന്ന് വൈകിട്ട് വരെ നമ്മൾ ആകുമോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അതിൻ്റെ മുൻപിൽ ഈ പകൽക്കാലം ഒരു തീരുമാനം നമ്മുടെ അകത്ത് ഉയരട്ടെ. എനിക്ക് ലഭിച്ച അല്പത്തിൽ നിന്ന് ഞാൻ അധികത്തിലേക്ക് ഒരു വലിയ മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുക. സമയം പോയി. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റോ. ഈ പദം പറഞ്ഞ് ഞാൻ നിർത്താം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിനെ കാണിച്ച കാഴ്ച ഇതാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. എഴുന്നേൽക്കുന്നതിൻ്റെ ഇടയിലും ഈ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കണേ. കർത്താവിനോട് പറഞ്ഞു, ചില മേഖലകൾ റിനോവേഷൻ നടക്കും. ചില മേഖലകൾ റിനോവേഷൻ നടക്കും. അല്ലെങ്കിൽ അടുത്ത വാക്ക് പറയാം, ചില മേഖലകൾ റീബിൽഡിങ് നടക്കും. ചില മേഖലകളിൽ ബിൽഡിങ് നടക്കും. ചിലരെ കർത്താവ് ബിൽഡ് ചെയ്തെടുക്കും, അതൊരു ആദ്യത്തെ സ്റ്റെപ്പായിരിക്കും. എന്നാൽ ചിലരെ റീബിൽഡ് ചെയ്യും. എന്നെ 2 ഭവനം ഒരുപോലെ കാണിച്ചിട്ടാണ് പരിശുദ്ധാത്മാവ് ഇത് ബലപ്പെടുത്തിയത്. എന്നെ ഒരു സൈഡിൽ ഞാൻ കാണുന്ന ഒരു വീടെന്ന് പറയുന്നത് ആമേൻ, ആദ്യം അതിൻ്റെ വിഷ്വൽസിലേക്ക് കർത്താവ് പോയി. ആമേൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഏകദേശം ഒരു 100-120 വർഷം പഴക്കമുള്ള ഒരു പഴയ തറവാട്. ഒരു പഴയ തറവാട്, 4 കെട്ട് പോലെ നിൽക്കുന്ന ഒരു വലിയ തറവാട്. കർത്താവിനോട് പറഞ്ഞു, മോനെ, ഇതിന് അടിസ്ഥാനമുണ്ട്, ഇതിന് ഭിത്തിയുണ്ട്, ഇതിന് റൂഫുണ്ട്, പക്ഷെ ആരും ഇതിൽ പാർക്കുന്നില്ല. ഞാൻ ചോദിച്ചു, അതെന്താ അപ്പ? അപ്പ എന്നോട് പറഞ്ഞു, മോനെ, ഇത് പഴയതാകയാൽ ഇന്നൊരു പ്രകൃതിയുടെ മഴ പെയ്താൽ, ഇന്ന് പ്രകൃതിയിൽ നിന്നൊരു ചൂട് വന്നാൽ ഇത് ഇതിനകത്തിരിക്കുന്നവർക്ക് സേഫ് അല്ല. അപ്പ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ ഇലക്ട്രിക്കൽ മുഴുവൻ പോയി കിടക്കുക മോനെ, ഇതിനകത്ത് ലൈറ്റ് ഇല്ല, ഇതിനകത്ത് ഫാനില്ല, അതുകൊണ്ട് ഇവർക്ക് ഇതിനകത്ത് ആമേൻ വാസയോഗ്യമല്ല. എന്നിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, ഈ ബിൽഡിങ്ങിനെ ഞാനൊന്ന് റിനോവേറ്റ് ചെയ്യാൻ പോകുകയാണ്, ഞാനൊന്ന് റീബിൽഡ് ചെയ്യാൻ പോകുകയാണ്. എന്നിട്ട് അപ്പ എൻ്റെ കൺമുമ്പിൽ എനിക്കത് ബ്യൂട്ടിഫുള്ളായി അപ്പയുടെ എൻജിനീയറിംഗ് പ്രൊജക്റ്റിൽ നിന്നുകൊണ്ട് ആകാശം അവൻ്റെ കൈവേലയെ വർണ്ണിക്കുന്നു, ആകാശവിധാനം ആകാശം അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്വർഗത്തിൻ്റെ ഏറ്റവും നല്ല എൻജിനീയർമാരെ ഈ ബിൽഡിങ്ങിൻ്റെ മുമ്പിലേക്ക് അയച്ചിട്ട് സ്വർഗം അതിനെ ഒന്ന് റിനോവേറ്റ് ചെയ്തു, സ്വർഗം അതിനെ ഒന്ന് റീബിൽഡ് ചെയ്തു. അവൻ എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, ഇപ്പം ഇതിനെ നീ ഒന്ന് നോക്ക, ഇതിനകത്ത് ഇത് വാസയോഗ്യമെന്ന് മാത്രമല്ല, ഇതൊരു കൗതുകപരമായ അനുഭവമായിട്ട് അവിടുന്ന് മാറിയിരിക്കുകയാണ്. 100-ലധികം വർഷം പഴക്കമുള്ള ഒരു പഴയ തറവാടിനെ റിനോവേറ്റ് ചെയ്ത് വാസയോഗ്യമാക്കിയതുപോലെ ഇന്ന് പകൽ ഞാൻ ദൈവസഭയോട് പ്രവചിക്കുകയാണ്, ഇതിനകത്ത് കഴിഞ്ഞ നാളുകളിൽ അവൻ പണിയപ്പെട്ടത് എന്നാൽ പിന്നത്തേതിൽ പ്രയോജനരഹിതമെന്ന്, അവൻ ഉപയോഗിക്കാൻ കൊള്ളില്ലെന്ന്, ഇനി എനിക്കൊരു ഉയർച്ചയില്ലെന്ന്, ഇനി എനിക്കൊരു അവൻ നന്മയില്ലെന്ന് പറഞ്ഞ മേഖലകളിൽ നിന്നുകൊണ്ട് ദൈവം അതിനെ റിനോവേറ്റ് ചെയ്ത് ഒരു അത്ഭുതമാക്കി പുറത്തെടുക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ബിൽഡിങ്ങിനെ കർത്താവിനെ കാണിച്ചു. ബ്യൂട്ടിഫുള്ളായി പണിതിരിക്കുന്ന ഒരു മനോഹര ഭവനം. എന്നോടപ്പം അത് തന്നെ പറഞ്ഞു, ഇതിൻ്റെ എൻജിനീയേഴ്സ് ഉയരത്തിൽ നിന്ന് വന്നവരാണ്, ഉയരത്തിൽ നിന്ന് വന്നവരാണ്. ആ എൻജിനീയേഴ്സ് അതിൻ്റെ ബിൽഡിംഗ് മനോഹരമായി ചെയ്തു, എല്ലാം പണി തീർത്തു, ബ്യൂട്ടിഫുള്ളാക്കി. ഈ 2 ഭവനങ്ങൾ പോലെ ഇന്ന് പകൽ നീ ദൈവസഭയോട് പറയണോ, ചിലരെ ഞാൻ റീബിൽഡ് ചെയ്യാൻ പോകുകയാണ്, ചിലരെ ഞാൻ ബിൽഡ് ചെയ്ത് ഉയർത്തിയെടുക്കാൻ പോകുകയാണ്. ഏതാണ് ഇഷ്ടമെന്നൊരു ചോദ്യം അവിടെ ഇല്ല. ഇന്ന് രാത്രി 2ഉം സ്വർഗം പണിതാകയാ. അതിന്റെ മഹത്വം വലിയതാണ്, അതിന്റെ അത്ഭുതം വലിയതാണ്, അതിന്റെ കരുതൽ വലിയതാണ്. ഇന്ന് രാത്രി ചില റീബിൽഡിങ്ങുകൾ നടക്കും, ഇന്ന് രാത്രി ചില ബിൽഡിംഗ് പ്രൊജക്ട്സുകൾ നടക്കും. അല്പത്തിൽ വിശ്വസ്ത. എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷവും
എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിടും ഞാൻ. സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. 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 വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളെ നൽകിടുന്നു. നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടും. സമർപ്പണത്തോടെ പ്രാർത്ഥിച്ച് വിശ്വസ്തനാകുവാൻ കർത്താവേ നിന്റെ ഹിതം ചെയ്യുവാൻ വിശ്വസ്തനായി വിശ്വസ്തയായി എന്നെ നിറച്ചിടുക. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാം. ലോകമെങ്ങും നിൻ സാക്ഷിയായി എന്നെ വിളിച്ചിടും വേല ചെയ്തിടാം. ലോകമെങ്ങും നിൻ സാക്ഷിയായി എന്നെ വിളിച്ചിടും വേല ചെയ്തിടാം. ലോകമെങ്ങും നിൻ സാക്ഷിയായി. എത്ര പേർ കുറവുണ്ട് എന്നെ വിളിച്ചത് ലോകമെങ്ങും കർത്താവിന്റെ സാക്ഷിയാകാൻ. എന്നെ വിളിച്ചവനെ അല്പമായ എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അധികമായ എന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അങ്ങനെ മാറ്റുന്നതിനായി സ്തോത്രം. അല്പമായ എന്റെ അഭിഷേകത്തിൽ നിന്ന് അളവ് കൂടാതെ മുട്ടോളമല്ല അരയോളമല്ല നീന്തിയാലും 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 കടപ്പാൻ കഴിയാത്ത ഒരാത്മനദിയിലേക്ക് എന്നെ കൊണ്ടുവരുന്നതിനായി നന്ദി. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അല്പത്തിൽ നിന്ന് അധികത്തിലേക്ക് സഭയ മക്കളെ മൂവ് ചെയ്യുന്നതിനായി സ്തോത്രം. അല്പത്തിൽ നിന്ന് അധികത്തിലേക്ക് ദൈവം വളർത്തിയെടുക്കുന്നതിനായി സ്തോത്രം. അല്പമായതിൽ നിന്ന് കർത്താവ് ഉയർത്തിയെടുക്കുന്നതിനായി സ്തോത്രം. ചർച്ചിലെ പ്രാർത്ഥനാ ജീവിതം മാറട്ടെ. സഭയ മക്കളുടെ പ്രാർത്ഥന ലൈഫ് മാറട്ടെ. പകല് പ്രാർത്ഥിക്കുന്നവർ, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്നവർ, വൈകിട്ട് പ്രാർത്ഥിക്കുന്നവർ, രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർ, അവരുടെ പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ മാറട്ടെ. അഭിഷേകത്തിന്റെ ലെവലുകൾ മാറട്ടെ. എന്ത് കുടിക്കും, എന്ത് ധരിക്കും, എങ്ങനെ ജീവിക്കും, ഈ ചിന്തകളെല്ലാം ഞങ്ങൾ അങ്ങയുടെ മേൽ വെക്കുന്നു. അവൻ ഞങ്ങൾക്കായി കരുതുന്നതാകയാൽ, യേശുപ്പ ഞങ്ങൾക്കായി കരുതുന്നതാകയാൽ ഞങ്ങളുടെ സകല ചിന്താകുലങ്ങളും കർത്താവിന്റെ മേലിട്ട് ഒരുറപ്പ് ഞങ്ങൾ ഇന്ന് പകൽ പറയുന്നു. അങ്ങ് നടത്തുവാൻ വിശ്വസ്തൻ, അങ്ങ് നടത്തുവാൻ യോഗ്യൻ. കർത്താവേ, ആ വചനം കൊണ്ട് ഈ മക്കളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം, ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആ രണ്ട് കരങ്ങളും ചേർത്തടിച്ച്
ഇന്ന് നൽകിയ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത് നമ്മുടെ നടുവിൽ ശുശ്രൂഷിച്ച് ആമേൻ വാത്സല്യ ദൈവദാസനും കുഞ്ഞുങ്ങൾക്കും ദൈവം നൽകിയ വചനത്തിനും നല്ല സാക്ഷ്യങ്ങൾക്കും നല്ല പ്രബോധനങ്ങൾക്കും ഒരിക്കൽ കൂടെ കരമടിച്ച് പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയാം കുടുംബത്തോടു കൂടെ ക്രിസ്തുയേശുവിന്റെ രണ്ടാം വരവും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ